عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയരായ ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ഇജ്തിമാ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറെ പൊരുത്തമുള്ള സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ വർഷവും ഇതുപോലത്തെ മീറ്റിംഗ് സംഘടിപ്പിക്കുമ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തൊരു ഖൈറായ ഉദ്ദേശമാണോ ലക്ഷ്യം വെക്കുന്നത്, ആ ലക്ഷ്യം നമ്മൾ പ്രതീക്ഷിച്ചതിലും അധികം നേടുന്ന തരത്തിൽ സഫലീകരിക്കപ്പെടുന്ന അവസ്ഥയിൽ അല്ലാഹു തആല ഇത് വിജയിപ്പിച്ചു തരുമാറാവട്ടെ. ദീനിന്റെ ഖാദിമീങ്ങളായി ജീവന്റെ അവസാന ശ്വാസം വലിക്കുന്നത് വരെയും സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് ജീവിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് അതിന്റെ നേതാക്കളെയും പ്രവർത്തകരെയും സ്നേഹിച്ച് കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ മുദ്രാവാക്യം മുഴക്കുന്നത് പോലെ ഉച്ചരിച്ച് മരിക്കാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഉസ്താദുമാരുടെയും മാതാപിതാക്കളുടെയും കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനും നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ബന്ധുമിത്രാദികൾ, ദുആ വസിയ്യത്ത് ചെയ്തവർ, നമ്മൾ ഓതിപ്പടിച്ചിരുന്ന കാലഘട്ടത്ത് നമുക്ക് ഭക്ഷണം നൽകിയും മറ്റും നമ്മെ സഹായിച്ചവർ, ഇന്നും നമ്മൾ ഈ മേഖല തെരഞ്ഞെടുത്തതിന്റെ പേരിൽ നമ്മോട് സ്നേഹം വെച്ച് പുലർത്തുന്നവർ, നമ്മോട് ദുആ വസിയ്യത്ത് ചെയ്തവർ, എല്ലാവരെയും അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഖാഫി സംഗമത്തിന് വേണ്ടി തന്നെ നിലമ്പൂര് മജ്മഅയിലേക്ക് 4-5 ദിവസമായി മർക്കസിൽ പഠിക്കുന്ന ഇപ്പോഴത്തെ മുതഅല്ലിമീങ്ങളും നേരത്തെ ആ ഭാഗത്ത് നിന്ന് സഖാഫികളായി പോയവരും ഒക്കെ എന്നെ വിളിക്കും. വടകരയിൽ അതേപോലെ ഒരു സഖാഫികളുടെ മീറ്റിംഗ് ഉണ്ട്, നിർബന്ധമായിട്ടും വരണം എന്ന് പറഞ്ഞ് ഇപ്പോൾ മർക്കസിൽ ജോലി ചെയ്യുന്ന ഒരു ഉസ്താദ് അടക്കം എന്നെ വിളിച്ചു. ഞാൻ അവരോടൊക്കെ എന്റെ ളുഅഫും എന്റെ ആജിസും എന്റെ ഖില്ലത്തുൽ ഹീലത്തും ഒക്കെ പറഞ്ഞു ധരിപ്പിക്കാൻ അല്ലാഹ് തന്ന കഴിവ് പരമാവധി ഉപയോഗപ്പെടുത്തി ഒഴിഞ്ഞു മാറി. പക്ഷെ എന്താന്നറിയില്ല, ഈ DK ഉമർ സഖാഫി, അതുപോലെ GM, ഇവരൊക്കെ എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോൾ ആ രീതിയിൽ അങ്ങോട്ട് ഒഴിഞ്ഞു മാറാൻ കഴിയുന്നില്ല. അത് വളരെ പ്രയാസമാണെങ്കിൽ പോലും ഒറ്റയടിക്ക് ഞാൻ മറ്റോരോട് പറയും പോലെ എന്നെ നിങ്ങൾ കാത്തിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല, ഞാൻ വരൂല എന്ന് തീർത്തു പറയാൻ സാധിക്കാറില്ല. ഒരുപക്ഷെ അതിൻ്റെ കാരണം താജുൽ ഉലമയുമായുള്ള ഉള്ളാൾ ദർഗാ ഷരീഫുമായുള്ള
ബഹുമാനപ്പെട്ട സയ്യിദ് മദനി തങ്ങളുമായുള്ള ആ വർഷങ്ങൾ നീണ്ട ബന്ധം, അത് മുഖേന സൗത്ത് കനറയുമായി നിങ്ങളൊക്കെയുമായി മനസ്സിൽ ഉറച്ചുപോയ ആ സ്നേഹബന്ധമായിരിക്കും കാരണം. ആഖിറത്തിൽ ഫലമുള്ളതാണെങ്കിൽ അത് അല്ലാഹു തആല പൂർവാധികം ശക്തിയോടെ നിലനിർത്തി തരുമാറാവട്ടെ. ആഖിറത്തിൽ ഫലം കിട്ടുന്നതിന് നമ്മുടെ എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ കാരണമാകുന്നെങ്കിൽ ആ ദുസ്വഭാവങ്ങൾ അല്ലാഹു തആല നീക്കി അത് ആഖിറത്തിൽ നാളെ എടുത്തു കാണുന്ന മുഴച്ചു നിൽക്കുന്ന ഹസനത്തായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്നുകൂടി ഞാൻ ആമുഖമായി ദുആ ചെയ്യുന്നു. മർക്കസിൽ നിന്ന് പുറപ്പെടുമ്പോ തന്നെ മർക്കസിൽ എനിക്ക് ഭക്ഷണം കൊണ്ടു തന്നു തരികയും മറ്റും ചെയ്യുന്ന നവാസ് വെളിയങ്കോട്, അവന്റെ ഉമ്മ ഹജ്ജിന് പോയിരിക്കുകയാണ്. അതുപോലെ നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഹജ്ജിന് പോയവരുണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിച്ച് നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ തങ്ങളുടെ അഹ്ലി റിയാലിലേക്ക് മടങ്ങി വരാൻ തൗഫീഖ് നൽകുമാറാണ്. നവാസ് നീളക്കുപ്പായം ഒന്ന് എടുത്തു വെക്കുക പെട്ടിയിൽ. ഞാൻ പറഞ്ഞു, എടുത്തു വെച്ചോളി, ഇടാൻ വേണ്ടിയല്ല, ഒരു ഇഹ്തിയാത്ത് എന്നുള്ള നിലക്ക്. ബഹുമാനപ്പെട്ട സൈനി ഉസ്താദും മറ്റ് നേതാക്കളും ഒക്കെ കടന്നു വരുന്നുണ്ട്. എല്ലാവരെയും ഞാനിപ്പോ സദസ്സിലേക്ക് നോക്കുമ്പോൾ എല്ലാരും സ്റ്റേജിൽ ഇരുത്തേണ്ടി വരാം. പക്ഷേ എല്ലാവരെയും കൂടി ഇരുത്താൻ ഇവിടെ സ്ഥലമില്ല. ആ വസ്തുത എല്ലാവർക്കും അറിയണവരും ആയതുകൊണ്ട് പിന്നെ നേരെ തന്നെ സ്റ്റേജിൽ ഇരിക്കാൻ അർഹതയുള്ളവരും കൂടി സദസ്സിലേക്കാ പോകുന്നത്. ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ നിർബന്ധിതനായതുകൊണ്ടാണ് സ്റ്റേജിലിരിക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റേജിനേക്കാൾ സൂര്യനുമായിട്ടുള്ള അകലം കൂടുതൽ നിങ്ങൾക്കാണ്. ഇപ്പൊ ചൂട് അവിടെയാണ് കുറയുക. ഞാൻ അതാ തെരഞ്ഞെടുക്കുന്നത്. പിന്നെ ഇവിടെ വന്ന് നാസ്ത കഴിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള KSOയുടെ സെക്രട്ടറി അബ്ദുറഹീം പുത്തൂര് പെട്ടിന്ന് നിങ്ങളെ കുപ്പായം പുറത്തെടുത്ത് വെച്ച് ഇനി ഇടുകല്ലേ എന്ന്. അയാളോടും ഞാൻ പറഞ്ഞു, നമ്മളെ കുട്ടികളായ സഖാഫിമാരെ മുമ്പിൽ വലിയ കന്തൂറയും നിങ്ങളെ കുപ്പായം ഒന്നും ഇടാൻ എനിക്ക് സാധ്യമല്ല. ഒന്ന് സംഗതി ശരിയാണ്, 1 കൊല്ലം 2 കൊല്ലം നമ്മളെ മുന്നിലിരുന്ന് മുതഅല്ലിമീങ്ങളായിരുന്നു അവര് ചെയ്യുന്നു. അവരും നമ്മളും ഒരേ നിലവാരക്കാർ. രണ്ടാമത് നീളക്കുപ്പായം ഈ ചൂട് സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഭാരവുമാണ്. ഇതിന്റെ പുറമെ മർക്കസിൽ നിന്ന് എന്നെ കണ്ടു പരിചയമുള്ള ആളുകൾ ഞാനൊരു നീളക്കുപ്പായിട്ടിട്ട് നിങ്ങളെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഇന്നിപ്പോ എന്തോ ഒന്ന് പ്രത്യേകം ഒരുങ്ങിപ്പുറപ്പെട്ടതാണ്, വേറെന്തോ ഉദ്ദേശമുണ്ടോ വല്ല പിരിവുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാനും കൂടി കാരണം. അപ്പം നമ്മൾ പണ്ടേ കണ്ട നമ്മുടെ സുഹൃത്തുക്കളും താലിമീങ്ങളും അവരെ മുന്നിൽ ഞാൻ എൻ്റെ ഈ കുപ്പായം മതി, തലേകെട്ട് തന്നെ ഞാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ചൂട് കൂടുമ്പോൾ മെല്ലെ അഴിച്ചു വെക്കും എന്ന് പറഞ്ഞ് അതാണ് ഇങ്ങനെ വന്നത്. അപ്പൊ നിങ്ങളെ മുന്നിൽ ഒരു വലിയ ആളായി നിങ്ങളെ ഉപദേശിക്കാനുള്ള എല്ലാ യോഗ്യതയും നേടി നിങ്ങൾക്ക് ഇനി ആകെ കുറവ് എൻ്റെ ഒരു ഉപദേശത്തിന്റെ കുറവ് മാത്രമാണ് എന്ന് മനസ്സിലാക്കി അതങ്ങോട്ട് തന്നാൽ എല്ലാം റെഡിയാകും എന്ന വിശ്വാസത്തിൽ വന്നതൊന്നുമല്ല. ഹാഷാവക്കല്ല. നിങ്ങളെക്കാൾ നിങ്ങളെ മുന്നിൽ നിൽക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു ഉസ്താദുമാരെക്കാൾ നിങ്ങൾക്ക് ഉപദേശം നൽകാനോ ഒന്നും എനിക്ക് യാതൊരു അർഹതയുമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ആ ബന്ധത്തിന്റെ പേരിൽ ദക്ഷിണ കനറയിലെ സഖാഫിമാര് ഉസ്താദ് ഒന്ന് വരുമോന്ന് ചോദിക്കുമ്പോ
അന്ന് വേറെ പ്രത്യേകിച്ച് തടസ്സം ഒന്നുമില്ലെങ്കിൽ ഞാൻ വരാം എന്ന് പറയുന്നു എന്ന് മാത്രം. നിങ്ങൾ മറ്റുള്ള തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഇന്ന് ഈ പരിപാടിക്ക് വേണ്ടി വരുമ്പോൾ പല രീതിയിലുള്ള പ്രയാസങ്ങളും ഉണ്ടാകും എന്ന് സംഘാടകർക്ക് അറിയാം. സംഘാടകർ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ അവിടെ എഴുതിയത്? ശുഭകൂറുവാണ് അല്ലേ? ശുഭകൂറുവ കർണാടക സഖാഫി കൗൺസിൽ അല്ലേ? ശുഭകൂറുവ എന്ന് പറഞ്ഞാൽ എന്താ? ശുഭാശംസകളോടെ. കോറുവാണ് മതും കൂന്നല്ല. അറിയാത്തോല് വായിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അറിയാത്തൊരാൾ വായിക്കുമ്പോ അങ്ങനത്തെ ഖത്ത് ഉണ്ടാവുക എന്നറിയണത് ഇപ്പോ ലജ്ജിക്കേണ്ട ഒരു വിഷയോ അല്ലെങ്കിൽ അങ്ങനെന്തോ പിഴവ് വരുമോ എന്ന് കരുതിയിട്ട് അത് ഞാനൊന്ന് വായിച്ച് പഠിക്കാൻ ശ്രമിക്കാതിരിക്കൊന്നും അല്ലല്ലോ വേണ്ടത്. കുട്ടികൾ നടന്നു പഠിക്കല് അങ്ങനെയാണ്. ആദ്യമൊക്കെ പൊന്തുമ്പോഴേക്ക് വീണു പോകും, പിന്നെങ്ങനെ നിൽക്കും, പിന്നെ കുറച്ച് നടക്കുമ്പം വീണു പോകും. കുറെ കഴിയുമ്പോൾ അതൊക്കെ റെഡിയാവും. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെയാണ്. നമുക്ക് പരിചയം കൂടുതൽ കൂടുതൽ വരുമ്പോൾ സ്ഥാപനം നടത്താനും ദർസ് നടത്താനും സംഘടനാ പ്രവർത്തനം നടത്താനും പുതിയ പുതിയ അനുഭവങ്ങളുണ്ടാവും. അങ്ങനെ നമ്മൾ വളരും. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ മീറ്റിങ്ങിന് വരാൻ, ഇവിടെ ഒത്തുകൂടാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് നമ്മൾ കൊല്ലം കൊല്ലം ഇതുപോലത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബാക്കളെ ഇടക്കിടക്ക് പ്രത്യേകം തന്നെ ഒരുമിച്ചു കൂട്ടി ഉത്ബോധനം നടത്താറുണ്ടായിരുന്നു. ഹദീസിന്റെ കിതാബുകളിലൊക്കെ കാണാം. വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗഇളത്തൻ. പലപ്പോഴും ഞങ്ങൾക്ക് നല്ല ഉപദേശം നൽകും. ആ ഉപദേശം നൽകുമ്പോൾ തന്നെ വജിലത്ത് മിൻഹൽ ഖുലൂബ് വദറഫത്ത് മിൻഹൽ ഉയൂൻ. ഞങ്ങൾക്ക് മനസ്സിലൊരു പ്രത്യേക ഭയം വരും. മറന്നുപോയ ഒരുപാട് കാര്യങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തും. വിസ്മരിച്ചുപോയ ചില ഉത്തരവാദിത്തങ്ങളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ തട്ടിയുണർത്തും. മാത്രമല്ല, പല കാര്യങ്ങളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിക്കും. പ്രസംഗത്തിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് ഭാവിയിൽ പ്രാവർത്തികമാക്കേണ്ട കർമ്മ പദ്ധതികൾ, ചില അഹ്ദുകൾ, അടിയന്തിരമായി നടപ്പാക്കേണ്ട ചില ഡ്യൂട്ടികൾ വിതരണം ചെയ്യും. അങ്ങനെയുള്ള ഒരു തർബിയത്തായിരുന്നു സ്വഹാബാക്കൾക്ക് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രദാനം ചെയ്തിരുന്നത് എന്ന് ഹദീസിന്റെ കിതാബുകളിൽ മുഴുവനും കാണാം. അതുപോലെ ബിരുദം കിട്ടുന്നത് വരെ വിവിധ ഘട്ടങ്ങളിലായി മദ്രസയിലെ മുഅല്ലിമീങ്ങളിൽ നിന്നും പള്ളിയിലെ ഉസ്താദുമാരിൽ നിന്നും നമ്മൾ ഓതിപ്പടിച്ച ദർസിലെ പ്രധാന ഉസ്താദിൽ നിന്നും അവസാനം തഹ്സീലിനു വേണ്ടി പോയ സ്ഥാപനത്തിലെ വിവിധ ഉസ്താദുമാരിൽ നിന്നും ഇടയ്ക്കിടെ ഉപദേശങ്ങളും നമ്മുടെ ഭാഗത്ത് നിന്ന് അദബുകേടാണെന്ന് തോന്നുന്ന വല്ലതും ഉണ്ടാകുമ്പോൾ തിരുത്തലുകളും ഒരുപക്ഷെ ആവശ്യമാണെങ്കിൽ ശകാരങ്ങളും അതിനുമപ്പുറം അപൂർവമായി
ചിലപ്പോൾ എന്നൊന്നും നമുക്ക് ഓർമ്മിക്കാൻ പറ്റിയ രീതിയിൽ ചെറിയ ചെറിയ ശിക്ഷാമുറകളും ഇതൊക്കെ ലഭിക്കുമായിരുന്നു. എന്നാൽ ആ കാലം കഴിഞ്ഞ് സഖാഫികളായി നമ്മൾ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ശൈഖുന തവല്ലല്ലാഹു ഉംറഹു മഹാനവർകൾ എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കും പോലെ തഫഖഹു ഖബ്ല അൻ തുസവ്വദു എന്ന സഹീഹുൽ ബുഖാരിയിലെ ആ തർജമയിൽ വെച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തും പോലെ നമുക്ക് ഈ സിയാദത്ത് വന്നതിന് ശേഷം നമ്മൾ തന്നെ സഖാഫിമാരാവുകയും നേരത്തെ നമ്മൾ ഏതൊരു ഉസ്താദിന്റെ മുന്നിലേക്ക് അങ്ങോട്ട് തിരിഞ്ഞ് ഇരിക്കുമായിരുന്നു, ആ അവസ്ഥയിൽ നിന്ന് മാറി അന്നത്തെ ഉസ്താദിന്റെ സ്ഥാനത്ത് നമ്മൾ വരികയും സ്ഥാപനത്തിന്റെ നടത്തിപ്പും നേതൃത്വവും ഏറ്റെടുക്കുകയും നമ്മൾ മറ്റുള്ളവർക്ക് അങ്ങോട്ട് ഉപദേശിക്കുകയും ഇങ്ങോട്ടുള്ള ഉപദേശങ്ങൾ കേൾക്കൽ വളരെ ചുരുങ്ങിപ്പോവുകയും ആ ചുരുങ്ങിപ്പോയ കാരണത്താൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന അശ്രദ്ധ ഉണർത്തുന്നവരോടുപോലും ചിലപ്പോൾ നമുക്ക് അസഹിഷ്ണുത തോന്നുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ സിയാദത്തിന്റെ അവസ്ഥ. നമ്മൾ നേതൃത്വത്തിൽ വന്നപ്പോൾ നമ്മൾ പഠനകാലം കഴിഞ്ഞ് അന്ന് പ്രായം എത്ര കൂടിയാൽ പോലും അന്ന് നമ്മൾ വിദ്യാർത്ഥിയാണ്. നമ്മളെ തിരുത്താൻ ഉസ്താദുമാരുണ്ട്, ആലിമീങ്ങളുണ്ട്, ഉത്തരവാദിത്തമുള്ളവരുണ്ട്. ആ സ്റ്റേജിൽ നിന്ന് മാറിയപ്പോ ഇനി നമുക്ക് ഇടയ്ക്കിടെ നമ്മുടെ കമ്പ്യൂട്ടറുകളോ നമ്മുടെ മൊബൈൽ ഫോണുകളോ റിഫ്രഷ് ചെയ്യും പോലെ ഒന്ന് റിഫ്രഷ് ചെയ്യണമെങ്കിൽ നമ്മൾ ശരീരത്തിന് നഷ്ടപ്പെട്ട ഊർജവും ആവേശവും തിരിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ അല്പം തണുത്ത വെള്ളം ഒഴിച്ച് അല്ലെങ്കിൽ ഒരു ഷവറിന് താഴെ പോയി അല്പസമയം നിന്ന് ഉന്മേഷം വീണ്ടെടുക്കുന്നത് പോലെ ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ട് നമ്മെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് റീ ഓർഗനൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയാണ്. പണ്ട് സഖാഫികൾ പുറത്തിറങ്ങി പ്രവർത്തന മേഖലയിൽ അവര് അവൈലബിൾ ആയതു മുതൽ തന്നെ ഉസ്താദുമാർ ഈ സഖാഫി സംഗമം ഇടയ്ക്കിടെ നടത്തണം എന്ന് നിർദ്ദേശിച്ചു. അതിന്റെ ഭാഗമായി തന്നെയാണ് അൽഹംദുലില്ലാഹ് ഇന്ന് നമ്മൾ ഇവിടെ കർണാടകയിലെ അല്ലെങ്കിൽ സൗത്ത് കനറയിലെ ഈ പ്രദേശത്തെ സഖാഫികളുടെ ഒരു സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ പുറമെ ബഹുമാനപ്പെട്ട ശൈഖുന അവറുകളുടെ കർണാടക യാത്ര നമ്മുടെ തൊട്ടു മുന്നിലെത്തി. 3 ആഴ്ചയും കൂടി കഴിഞ്ഞാൽ ആ ചരിത്ര പ്രസിദ്ധമായ യാത്ര തുടങ്ങും. ആ യാത്ര കഴിഞ്ഞാൽ പിന്നെ 2 മാസം കഴിയുമ്പോഴേക്ക് നമ്മുടെ എല്ലാമായിരുന്ന നമ്മുടെ മർക്കസിന്റെ സമ്മേളനം വരികയാണ്. അതിനിടയിൽ കർണാടക രാജ്യ SSFന്റെ സമ്മേളനം നടക്കുകയാണ്. അതിൻ്റെയൊക്കെ കൂടെ തന്നെ നമുക്കൊക്കെ ഓരോ മഹല്ലിലും ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് പദ്ധതികൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും നടപ്പാക്കാൻ പ്ലാൻ ചെയ്യുന്നതുമായി ബാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെപ്പറ്റി നമുക്ക് കൂട്ടായി ചർച്ച ചെയ്യാനും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ അടുത്ത് കാണാനും ആ കാണുമ്പോൾ പരസ്പരം ആശയവിനിമയം നടത്താനും നമുക്ക് എങ്ങനെ അവരെ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റും, മറ്റുള്ളവർക്ക് എങ്ങനെ നമ്മെ സഹായിക്കാൻ പറ്റും എന്നൊക്കെ ആലോചിക്കാനും കൂട്ടത്തിൽ നമ്മൾ പഠിച്ചു വന്ന നമ്മുടെ സ്ഥാപനത്തിൽ ഇപ്പോഴും നമ്മുടെ പിൻഗാമികളായി
KSO എന്ന സംഘടന പ്രവർത്തിക്കുന്നു, അതിന്റെ പ്രവർത്തനം എങ്ങനെയുണ്ട് എന്ന് വിലയിരുത്താനും അങ്ങനെ ഒരുപാട് സംഗതികൾ നിർവഹിക്കാനുള്ള ഒരു വേദിയാണ് ഈ സഖാഫി സംഗമം. അങ്ങനെയുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ കൂടെ ഞാനിപ്പോ തൊട്ടടുത്തടുത്തായി രണ്ട് അന്താരാഷ്ട്ര യാത്ര നടത്തി. ഒന്ന് 10 ദിവസം നീണ്ടുനിന്ന UK, യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടനിലേക്കുള്ള യാത്ര. രണ്ടാമത്തത് മധ്യേഷ്യൻ റിപ്പബ്ലിക്കുകളിലൊന്നും മുൻ സോവിയറ്റ് യൂണിയനിലെ പ്രധാന ശക്തി കേന്ദ്രവുമായിരുന്ന ഉസ്ബെക്കിസ്ഥാനിലേക്കുള്ള യാത്ര. ഈ 2 യാത്രകളിൽ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, ബോധ്യപ്പെട്ട, മറ്റു പലപ്പോഴും പല സ്ഥലങ്ങളിൽ ചെന്നപ്പോഴും ബോധ്യപ്പെട്ടത് തന്നെയാണ്. അവിടെ എത്തിയപ്പോൾ കൂടുതൽ ബോധ്യം വന്ന ഒരു വസ്തുത എന്താണെന്നറിയാമോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളെ, ഈ കേരളക്കാരെയും ഈ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന സൗത്ത് കാനറ, ദക്ഷിണ കർണാടകയിലെ മുസ്ലിം സഹോദരന്മാരായ നമ്മളെയും തേടിയെത്തിയത് അല്ലാഹു തആലയുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് മുൻ യാത്രകളെക്കാൾ കൂടുതൽ ബോധ്യപ്പെടുകയുണ്ട്. എന്താണ് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം? സുബ്ഹാനല്ലാഹ്, ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ചെന്ന ദിവസം തന്നെ സിയാറത്തിന് ചെന്നത് ഇമാം കോംപ്ലക്സ്, താഷ്കന്റ്, ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കന്റിൽ കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു കോംപ്ലക്സാണ്. ഇമാം കോംപ്ലക്സ് എന്ന് അതിന് പേര് വരാൻ 2 കാരണമാണ് പറയുന്നത്. ഒന്ന്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കൊല്ലപ്പെടുമ്പോൾ അവർ ഖുർആൻ പാരായണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നും മഹാനവറുകളെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ രാഷ്ട്രീയക്കാരുടെ ഏജന്റുമാര് വീടിന്റെ മതിൽ ചാടിക്കടന്ന് വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി സുന്നത്ത് നോമ്പെടുത്ത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് അല്ലാഹുവിലേക്ക് യാത്രക്ക് തയ്യാറായിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മൂർച്ചയേറിയ കടാര കൊണ്ട് കുത്തി വീഴ്ത്തുകയായിരുന്നു എന്നും അവരുടെ ശരീരത്തിൽ നിന്ന് തെറിച്ചു വീണ ചോരത്തുള്ളി ഓതിക്കൊണ്ടിരുന്ന മുസ്ഹഫിലെ തുറന്നു വെച്ച പേജിലെ ഫസയക്ഫീകഹുമുല്ലാഹ് എന്ന വരിയിൽ ചെന്ന് വീണു എന്നും ചരിത്രകാരന്മാരും മുഴുവനും രേഖപ്പെടുത്തിയത്. ഈ കൊലപാതകത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതികാരം ചെയ്യും എന്നാണ് മഹാന്മാരൊക്കെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന് ശേഷം എഴുതിയ തഫ്സീറുകളിൽ ഒരു തഫ്സീറായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മുസ്ഹഫുൽ ഇമാം, ആ മുസ്ഹഫ് സൂക്ഷിക്കപ്പെട്ട മ്യൂസിയം ഉള്ളത് താഷ്കന്റിലാണ്. അതേപോലെ തന്നെ ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതനായിരുന്ന ഇമാം ഖഫാൽ, അൽ ഖഫാലുൽ കബീർ, അൽ ഖഫാലു ഷാഷി, ഇമാം ഖഫാൽ തങ്ങളുടെ ദർഗയുള്ളതും അവിടെയാണ്. ഖഫാൽ ഇമാമിന്റെ പേരിനോട് ചേർത്തിയിട്ടാണ് ഇമാം കോംപ്ലക്സ് എന്നും അല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ മുസ്ഹഫ് സൂക്ഷിക്കപ്പെട്ടതായതുകൊണ്ട് അൽ മുസ്ഹഫുൽ ഇമാം എന്ന് പറഞ്ഞതുപോലെ കോംപ്ലക്സിന്
പേര് മുസ്ഹഫിൽ നിന്ന് വന്നതാണ്. രണ്ടഭിപ്രായം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് താഷ്കന്റിൽ നിന്ന് ഒരു 700 കിലോമീറ്റർ അകലെ ബഹുമാനപ്പെട്ട ഇമാം അബൂ ഈസ തുർമുദി നമ്മൾ ഓതുന്ന സിഹാഉസിത്തിലെ പ്രധാനപ്പെട്ട കിതാബ് 3-ാം സ്ഥാനം ജാമിഉ തുർമുദിക്കാണ്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി തങ്ങളുടെ ദർഗ സിയാറത്ത് ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് പിന്നീട് ഞങ്ങൾ സമർക്കന്ദിലേക്ക് പോയി. അവിടെ സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ സഹോദരൻ ഖുസമു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായുടെ ദർഗയും കൂട്ടത്തിൽ മാതുരീദി ഇമാമിന്റെയും മുല്ലാ അലിയുൽ ഖാരി തങ്ങളെയും ഇമാം അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹുവിന്റെയും തുടങ്ങി ഒരുപാട് മഹാന്മാരുടെ ദർഗകൾ. അത് കഴിഞ്ഞ് ഒരു 10-35 കിലോമീറ്റർ ദൂരെ ഖാർതംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് സുബ്ഹാനല്ലാഹ് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളുടെ ദർഗ. അതിനും അപ്പുറം ബുഖാറയിൽ നക്ഷബന്ദി ത്വരീഖത്തിന്റെ സ്ഥാപകനായ ഷെയ്ഖ് ബഹാഉദ്ദീൻ നക്ഷബന്ദിയുടെ ദർഗ. ചുരുക്കി പറഞ്ഞാൽ മൊറോക്കോയെപ്പറ്റി അവിടുത്തെ ചരിത്രകാരന്മാര് സാധാരണ പറയലിൽ കുല്ലി ഖദമിൻ വലിയ. ഇറാഖിനെ സംബന്ധിച്ച് അവിടത്തെ മഹാന്മാരുടെ സാന്നിധ്യത്തെപ്പറ്റി അവിടെയുള്ളവർ പറയലിൽ കുല്ലി ശിബിരിൻ വലിയ എന്ന് പറഞ്ഞാൽ ഓരോ ചാണിലും ഓരോ വലി, അല്ലെങ്കിൽ ഓരോ ഫീറ്റിലും ഓരോ വലി എന്ന് പറഞ്ഞതുപോലെ ലികുല്ലി ഫർസഖിൻ വലിയുൻ എന്നാണ് ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ച് പറയാൻ. ഇത്രയും മഹാന്മാര് ഉണ്ട്. അവരെയൊക്കെ സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞു. അല്ലാഹു തആല അത് കബൂൽ ചെയ്യുമാറാവട്ടെ. 50 കൊല്ലം സഹീഹുൽ ബുഖാരി ദർസ് നടത്തിയ ബഹുമാനപ്പെട്ട ശൈഖുന ഇമാം ബുഖാരി തങ്ങളെ നേരിട്ട് കാണാൻ ചെന്ന രംഗം, അവിടെയൊക്കെ ശ്രദ്ധേയമായ പല വിഷയങ്ങളുമുണ്ട്. ഇന്നത്തെ വിഷയം അതല്ലാത്തത് കൊണ്ട് അത് ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് മറ്റൊരിക്കൽ പറയും. വളരെയധികം ആഗ്രഹത്തോടുകൂടി ശൈഖുനയുടെ മുഖത്തേക്ക് അങ്ങ് നോക്കിയാൽ കൂടെയുള്ള ഞങ്ങൾക്കൊക്കെ ഓർമ്മ വന്നത് ബഹുമാനപ്പെട്ട ഇമാം ബൂസൂരി തങ്ങൾ ചോദിച്ചതുപോലെ ഫമാലി ഐനൈക ഇൻ ഖുൽതക്ഫു ഫഹമത വമാലി ഖൽബിക ഇൻ قلت استفق يهمي أيحسب الصد أن الحب منكتم ما بين منسجم من هو مضطرم لولا الهوى لم ترق دمعا على طلدي ولا أرقت لذكر البان والعنم. മുഖം തന്നെ ഞങ്ങളോട് എടുത്തു പറയുകയാണ്, നീ ഒരു പ്രേമരോഗിയാണ്. ആ വിരഹം, സുദീർഘമായി ഒരു സംഗമത്തിന്റെ ആഗ്രഹം, അത് നിങ്ങളുടെ മുഖത്ത് വരച്ച പാടുകൾ നിങ്ങളുടെ സ്നേഹം എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരിക്കലും അത്രയും വലിയ സ്നേഹമുണ്ടായിരുന്നില്ലെങ്കിൽ ഈ കിലോമീറ്ററുകൾ താണ്ടി 700 കിലോമീറ്റർ ട്രെയിനിലും പിന്നെ 490 കിലോമീറ്റർ ചെങ്കുത്തായുള്ള റോഡിലൂടെ വെറും കിലോമീറ്ററിൽ ഒരു മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ മാത്രം പോകുന്ന ബസ്സിലും അങ്ങൊരിക്കലും യാത്ര ചെയ്യൂലായിരുന്നു. അതെ, 50 കൊല്ലം ഏതൊരു ഗ്രന്ഥം ദർസ് നടത്തിയോ ലോകത്തിന്റെ മുന്നിൽ തന്റെ ഏറ്റവും വലിയ നേട്ടം ഏതാണ് എന്ന ചോദ്യത്തിന് ലോകം തന്നെ ഇങ്ങോട്ട് മറുപടി പറയും. ആ ആയിരക്കണക്കിന് പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് ബുഖാരി ദർസ് നടത്തിയതാണ് എന്ന് പറയും. ആ ഗ്രന്ഥകർത്താവിന്റെ മുന്നിൽ
പതിറ്റാണ്ടുകൾ പൊന്നുപോലെ ഹൃദയത്തിൽ സൂക്ഷിച്ച സ്വപ്നവുമായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് വന്നപ്പോൾ അന്ന് കുറച്ച് ആഴ്ചകളായി ദർഗയിലേക്ക് ആർക്കും പ്രവേശനമില്ല. അവിടെ മരാമത്ത് പണികൾ നടക്കുകയാണ്. ശൈഖുന ഞങ്ങളോട് പറഞ്ഞു, ഇമാം ബുഖാരിയുടെ തലയുടെ തൊട്ടടുത്തിരുന്ന് സിയാറത്ത് ചെയ്യാതെ എനിക്കിവിടെ നിന്ന് മടങ്ങിപ്പോകാൻ പറ്റൂല. എനിക്ക് ഓർമ്മ വന്നത് ഇമാം റിഫായി തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ വന്നുകൊണ്ട്, നബിയെ, പതിറ്റാണ്ടുകളായി ഞാൻ അവിടെ നിന്ന് സലാം പറഞ്ഞയക്കലായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ഫഹാദിഹി നൗബത്തുൽ അസ്ബാഹി ഖദ് ഹദറത്. ഇന്ന് ഞാൻ പോവൂല. പോവണമെങ്കിൽ എനിക്ക് അവിടത്തെ കരം ഗ്രഹിക്കണം, ആ കൈ ഇങ്ങോട്ട് നീട്ടിത്തരണം. ഞാനത് ചുംബിച്ചിട്ടേ അടങ്ങൂ, അല്ലാതെ എനിക്ക് ഇവിടെ നിന്ന് പോകാനേ സാധ്യമല്ല. മഹബത്തിന്റെയും ഇഷ്കിന്റെയും ഭാഷയിൽ ഇമാം റിഫായി അത് പറഞ്ഞപ്പോൾ ചരിത്രകാരന്മാര് ഇജ്മാഅായി നമുക്ക് പറഞ്ഞു തന്നൊരു കാര്യം, അവിടെ റൗദ ഷരീഫ് മലർക്കെ തുറക്കപ്പെട്ടു. ആ പുണ്യകരങ്ങൾ ഇമാം റിഫായിയുടെ ആദരങ്ങളിലേക്ക് നീണ്ടു. മതി വരുവോളം എന്ന് പറയുന്നത് അദബുകേടാണ്. എന്നാലും നമ്മുടെ ഭാഷയിൽ മതി വരുവോളം ബഹുമാനപ്പെട്ടവർ ആ കരം ചുംബിച്ചു. നബി തങ്ങൾ പറഞ്ഞു, മതി, ഇനി പിന്നീടാക്കാം, ഞാൻ എന്റെ കൈ പിൻവലിക്കട്ടെ എന്ന് പറഞ്ഞു പിൻവലിച്ചു. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ എത്തിയ ശൈഖുന ഞങ്ങളോട് പറഞ്ഞു, എനിക്ക് തിരിച്ചു പോരാൻ പറ്റില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സഹോദരന്മാര് ഈജിപ്തിൽ വന്നു തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ കൂടി അവിടെ പിടികൂടിയപ്പോൾ വലിയ സഹോദരൻ പറഞ്ഞു, നിങ്ങളൊക്കെ പിതാവിന്റെ അടുത്തേക്ക് പോയിക്കോളൂ, പക്ഷേ എനിക്കൊരിക്കലും ഇനി പിതാവിനെ കണ്ട്, പണ്ട് യൂസുഫിന്റെ കാര്യത്തിൽ നമ്മൾ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച അത് മാത്രമേ സംഭവിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് മറ്റൊരു വീഴ്ചയും കൂടി വന്നു. ഒന്നുകിൽ ഞാൻ ഇവിടെ വെച്ച് മരിക്കുക, അല്ലെങ്കിൽ എന്റെ പിതാവ് സാരമില്ല, നിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയില്ല എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിളിക്കുക, അല്ലാതെ ഞാൻ പോരൂല എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറയുന്നു, ഞാൻ പോരൂല. ഞങ്ങളാകെ അത്ഭുതപ്പെട്ടു പോയി. പഠിച്ചവനെ എന്ത് ചെയ്യും? ദർഗ ഞങ്ങൾ മുന്നിൽ കാണുന്നുണ്ട്. ആ സ്കൂള്, ഇവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് നടക്കുന്ന സ്കൂള് പോലെ ഞങ്ങൾ കാണുന്നു. ചുറ്റും ബാരിക്കേഡ് കെട്ടിയിരിക്കുകയാണ്. ദർഗയുടെ വലിയ കുബ്ബയുടെ മുകളിൽ ഒരു 25ഓളം ജോലിക്കാർ പല ജോലികളിലും ഏർപ്പെടുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. അവര് സിമന്റിന്റെ കട്ടകളും മറ്റുമൊക്കെ ഇടക്കിടക്ക് വലിച്ചു താഴോട്ടിടുന്നത് കാണുന്നുണ്ട്. ഞങ്ങൾക്ക് ഉറപ്പാണ്, സുരക്ഷാ കാരണങ്ങളാൽ അങ്ങോട്ട് പോകാൻ പറ്റൂല എന്നാണ്. ശൈഖുന വാശി പിടിക്കുന്നു, പോകാതെ നിർവാഹമില്ല. ഞങ്ങളാ കണ്ടത് ഇമാം ബുഖാരി തങ്ങളുടെ ഖബറല്ല. ഖബർ പിന്നെയും ഒരുപാട് താഴെയാണ്. ആ ഖബറിന്റെ നേരെ മേലെ ഭൗമോപരിതലത്തിൽ ഒരു ഖബറിന്റെ മോഡൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെയും മേലെയാണ് വലിയ കുബ്ബ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കുബ്ബയുടെ മരാമത്ത് പണികൾ നടക്കുകയാണ്. മരക്കഷ്ണങ്ങളോ സിമന്റ് കട്ടകളോ ഇടക്കിടക്ക് താഴോട്ട് വീഴുന്നുണ്ട്. അതുകൊണ്ട് അവര് ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അവർ ബാരിക്കേഡ് കെട്ടി, സെക്യൂരിറ്റി, പോലീസ് അവിടെ മുഴുവൻ വിന്യസിക്കപ്പെട്ടിരിക്കുകയാണ്. ശൈഖുന പറയുന്നു, നിർവാഹമില്ല. ബുഖാരി ഇമാമിന്റെ ഖബറിന്റെ അടുത്ത് ചെല്ലണം, അവിടെ തലയുടെ തൊട്ടടുത്ത് തന്നെ ഇരിക്കണം, യാസീൻ ഓതണം, മതി വരുവോളം ദുആ ചെയ്യണം. എന്നിട്ട് 4 ആൾക്ക് തന്നെയെങ്കിലും ഇവിടെ വെച്ച് ബുഖാരി ഇമാമിനെ സാക്ഷിയാക്കി
ബുഖാരിയുടെ ആദ്യത്തെ ഹദീസ് ഓതിക്കൊടുത്ത് ഇജാസത്ത് തരണം. അത് എപ്പോൾ സാധിക്കുന്നു അപ്പോഴേ ഞാൻ തിരിച്ചു പോകും. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നി, പടച്ചവനെ, ഇത്തവണ എന്നാൽ ഒരു പക്ഷേ ബുഖാരി ഇമാമിനോടുള്ള സ്നേഹം കാരണമായി ഇവിടെ അന്ത്യവിശ്രമം അല്ലാഹു തആല കണക്കാക്കിയിട്ടുണ്ടാകുമോ എന്ന് പോലും ഞാൻ ആലോചിച്ചു. ഞാനും ഞങ്ങളുടെ ടൂറിന്റെ അമീറായിരുന്ന PSK മൊയ്തുബാക്കവി മാടവന ഉസ്താദും ഞങ്ങൾ തമ്മിൽ സ്വകാര്യം പറഞ്ഞു. എന്ത് ചെയ്യും ഉസ്താദ് വാശി പിടിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, എല്ലാവരും കുടുങ്ങൂലേ? അവസാനം ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചു, ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് അന്വേഷിക്കുക, അവരുടെ അടുത്ത് ചെന്ന് വിഷയം പറയുക. അങ്ങനെ കുറച്ചകലെ അവരുടെ ഓഫീസ് കെട്ടിടമുണ്ട്, അവിടെ ചെന്നു. ഇമാമിന്റെ ഓഫീസാണ്. അന്വേഷിച്ചപ്പോൾ ഇമാമ് ഇല്ല, അസിസ്റ്റന്റ് ഇമാമ് മാത്രമേ ഉള്ളൂ. ആ ഇമാമിനോട് ഞങ്ങൾ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ 48 പേര് വന്നു. ഞങ്ങളുടെ നേതാവ് ഇന്ത്യ രാജ്യത്തെ 20 കോടി മുസ്ലിമീങ്ങളുടെ നേതാവാണ്. ആ 20 കോടി മുസ്ലിമീങ്ങളുടെ നേതാവാണ് എന്നത് ഞങ്ങളൊരു വലിയ മദ്ഹായിട്ടോ സ്ഥാനമായിട്ടോ അല്ല ഇവിടെ പറയുന്നത്. ഞങ്ങളുടെ നേതാവിന് അതിനേക്കാൾ വലിയ ഒരു സ്ഥാനമുണ്ട്. അത് ഇന്ന് അള്ളാഹു ഞങ്ങളോട് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളോട് ചോദിച്ചാൽ, അവിടെ വെച്ച് ഞങ്ങൾ വളച്ചുകെട്ടില്ലാതെ പറയാൻ പോകുന്ന കാര്യമാണ്. അതെന്താ എന്ന് അദ്ദേഹം ചോദിച്ചു. ഈ കിടക്കുന്ന അമീറുൽ മുഅ്മിനീന ഫിൽ ഹദീസ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി തങ്ങളുടെ സ്വഹീഹുൽ ബുഖാരി 50 കൊല്ലമായി മുതഅല്ലിമീങ്ങൾക്ക് സുബഹി നിസ്കരിച്ച ഉടനെ ദർസ് നടത്തി കൊടുക്കുന്ന മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൽ നിന്ന് ബുഖാരി പഠിച്ച ആലിമീങ്ങൾ ഇന്ത്യയിലും അറബ് ലോകത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ആ ദർസുൽ ബുഖാരിയിൽ വന്ന് അവസാനം നടക്കുന്ന ദുആയിൽ കൂടി ഒരിക്കലും മാറില്ലെന്ന് ഡോക്ടർമാർ മുഴുവൻ വിധി എഴുതിയ രോഗങ്ങൾ മാറിയ അനുഭവം പറയാനുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. ആ ബുഖാരി ദർസിൽ വെച്ച കുപ്പിവെള്ളത്തിലെ ഒരു മുറുക്ക് കുടിച്ച കാരണത്താൽ വിവാഹം കഴിഞ്ഞ് 10-20 കൊല്ലമായിട്ട് മക്കളുണ്ടാകാതെ ഇതിന്റെ പേരിൽ മക്കളുണ്ടായി എന്ന് വിശ്വസിക്കാൻ പറ്റിയ സാഹചര്യമുണ്ടായവർ ഈ കൂട്ടത്തിലുണ്ട്. ഞങ്ങളുടെ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഇത്രയും വലിയ ഒരു സേവനം ചെയ്തു തന്ന ആലിമ് 50 കൊല്ലം ബുഖാരി ഇമാമിന് ഖിദ്മത്ത് ചെയ്തതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തതിന് ശേഷം ഇന്ന് വന്നത് പരമാവധി എത്രമാത്രം അടുത്തു നിൽക്കാൻ കഴിയുമോ അത്രയും അടുത്തു നിന്ന് ബുഖാരി ഇമാമിനെ കാണാനും ദുആ ചെയ്യാനും സിയാറത്ത് ചെയ്യാനും ആ തലയുടെ മുന്നിൽ വെച്ച് ബുഖാരി ഇമാമിന്റെ മുഖത്തേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട്, ഞാൻ ഇതുവരെ ബുഖാരി ഓതിക്കൊടുത്തതുപോലെയല്ല, ഇനി നിങ്ങളുടെ സമ്മതം വേണം എന്ന് നേരെ മുഖത്തേക്ക് നോക്കി ചോദിക്കാനും കൂടി വന്നതാണ്. നിങ്ങൾ സമ്മതം തരുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരും പോകൂല. ഇതങ്ങ് പറഞ്ഞപ്പോൾ ആ അസിസ്റ്റന്റ് ഇമാമ് കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം സ്തംഭിച്ചുപോയി. കുറച്ചു സമയം കഴിഞ്ഞതിന് ശേഷം അയാൾ പറഞ്ഞു, പ്രധാനപ്പെട്ട ഇമാമു ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു, ഞാൻ നിസ്സഹായനാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ആ കിടക്കുന്ന ഇമാമിന്റെ ബറക്കത്ത് കൊണ്ട് നിങ്ങൾക്ക് ഒരപകടവും വരൂല. നിങ്ങൾ വരൂ, ഞങ്ങളെ ശൈഖിനെ നിങ്ങൾ മുഖം ഒന്ന് കാണൂ. അതിന്റെ ശേഷം പെർമിഷൻ വേണ്ട എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് ആ മുഖം കണ്ടിട്ട് ഇയാൾക്ക് അനുമതി കൊടുക്കാൻ പറ്റൂല എന്ന് തോന്നുന്നു എങ്കിൽ വേണ്ട. അതേസമയം ആ മുഖം കണ്ടിട്ട്
ഇവർക്ക് എന്തായാലും അനുമതി കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ആ പറഞ്ഞ വാക്കിൽ അയാൾ പിടിച്ചു. കാരണം അയാളെ മുന്നിൽ ഇഖ്തിയാറുണ്ട്. ഖൽബിൽ തോന്നുകയാണെങ്കിൽ കൊടുത്താൽ മതി, തോന്നുന്നില്ലെങ്കിൽ കൊടുക്കണ്ടെന്നാണല്ലോ നമ്മൾ പറഞ്ഞു. അയാൾ വന്നു. സിയാറത്ത് ചെയ്യാൻ കഴിയൂലേ എന്ന പരിഭ്രമത്തിൽ ഞങ്ങളെ ടൂറിലുള്ള വലിയ ആലിമീങ്ങൾ, പേരോട് ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ ദൂരത്ത് വന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയുള്ള ബെഞ്ചിലിരുന്നു കൊണ്ട് അവര് ആക്രമൽ ഖൽഖി ചൊല്ലി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടാളെ കൂടെ അസിസ്റ്റന്റ് ഇമാമ് ശൈഖുനായ ദൂരത്ത് നിന്ന് കാണാൻ പറ്റിയ അടുത്തേക്ക് വന്നു. നോക്കി എന്നോട് പറഞ്ഞു, അശ്ശൈഖ് വ ഖംസ നഫർ ഫഖത്ത്. ശൈഖും 5 ആളും മാത്രം, 6ാമത്തെ വേറൊരാളെ പാടില്ല. പാലിക്കും എന്ന് നിങ്ങൾ ഗ്യാരണ്ടി തരികയാണെങ്കിൽ ഞാൻ ദർഗ തുറന്ന് അടിയിലേക്ക് കൊണ്ടുപോയി ഇമാം ബുഖാരിയുടെ തലയുടെ തൊട്ടടുത്ത് തന്നെ ഇരുത്തിത്തരാം. അറിയാതെ ഞങ്ങളൊക്കെ ദർസ് നടത്തുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ ഇടക്ക് തക്ബീർ ആവശ്യമുള്ളോടത്തും ഇല്ലാത്തോടത്തും ചൊല്ലും. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് ശക്തമായി എതിർക്കൽ. പക്ഷേ അതങ്ങോട്ട് പറഞ്ഞപ്പോ അറിയാതെ അല്ലാഹു അക്ബർ എന്ന് എന്റെ കൂടി നാവുന്ന് നല്ല ശക്തി. മെല്ലെ ചെന്ന് ശൈഖുനായോട് ഞാൻ പറഞ്ഞു ചെവിയിൽ. ശൈഖുനാക്ക് അനുയായികളോടും കൂടെയുള്ളവരോടും ഒക്കെ വല്ലാത്ത സ്നേഹം കൊണ്ട് ഓലും കൂടി പോന്നോട്ടെ എന്നൊക്കെ പറയും. ഇവിടെ യാതൊന്നും പറയാൻ പാടില്ല. 5 ആളതാ ഞാൻ തന്നെ തെരഞ്ഞെടുക്കുക. ഒന്ന് ഉസ്താദ്, ഒന്ന് പേരോട് ഉസ്താദ്, പിന്നെ ഞങ്ങൾ അമീറായി വന്ന മാടവൻ ഉസ്താദ്, വേറെ 2 ആളെയും. ഇവരല്ലാതെ ഒരാളെയും കൂട്ടാൻ പാടില്ല. ബാക്കിയുള്ളവരോട് പറഞ്ഞു എല്ലാവർക്കും കൂടി അങ്ങോട്ട് കടക്കാൻ സൗകര്യമല്ല, അതുകൊണ്ട് ആദ്യം ഞങ്ങൾ പോയി വരാമെന്ന് പറഞ്ഞു. ആദ്യം ഞങ്ങൾ പോയി വരാമെന്ന് പറഞ്ഞപ്പോൾ ഒരു പക്ഷേ പിന്നെ ഞങ്ങൾക്കും പോകാമെന്ന് അവർ മനസ്സിലാക്കിയല്ലേ. അതിനിപ്പോ ഞങ്ങൾ ഉത്തരവാദിയല്ല. അങ്ങനെ പോയി 2 സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാര് ബാക്കിൽ വന്ന് ദർഗ തുറന്ന് ഉള്ളിലേക്ക് കടത്തി പുറത്തുനിന്ന് പൂട്ടി. 5 മിനിറ്റ് ഞാൻ പറഞ്ഞു പോരാ, 10 മിനിറ്റ് പോരാ. അരമണിക്കൂറിലധികം ലോകരാഷ്ട്ര നേതാക്കന്മാര് വന്നാ പോലും ഇവിടെ അരമണിക്കൂറിലധികം സമയം കൊടുക്കലില്ല. ഞാൻ പറഞ്ഞു 35 മിനിറ്റ്, അരമണിക്കൂറിൽ 5 മിനിറ്റ് ആയിക്കോട്ടെ. സുബ്ഹാനല്ലാഹ്, അവിടെ ചെന്നിരുന്ന് നല്ല റാഹത്തിൽ യാസീൻ ഓതി ദുആ ചെയ്തു. ഞങ്ങൾക്ക് ശൈഖുന ഇമാം ബുഖാരി തങ്ങളെ തന്നെ സാക്ഷിയാക്കി സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്താൻ ഇജാസത്ത് എന്ന് നേരത്തെ ഇമാം തുർമുദി തങ്ങളുടെ തലഭാഗത്തിരുന്ന് ജാമിഉ തുർമുദിയുടെ ഇജാസത്ത് തന്നിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ശൈഖുന പറഞ്ഞു ഒന്നും വേണ്ട, അവരെ ഈ വാതിലിന്റെ അടുത്തൊന്ന് വന്നിട്ട് ഈ ഖബറൊന്ന് കാണാൻ. ഇവിടെ യാസീനോതും വേണ്ട, ഫാത്തിഹോതും വേണ്ട, ഒന്നും വേണ്ട, വേഗം. ഞാൻ പറഞ്ഞു പറ്റൂല. അല്ല, അതൊന്നും ഓൽക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല, അത് നിങ്ങൾ ആ മർക്കസിൽ ശക്തിയാക്കും പോലെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു മർക്കസിൽ ഞാൻ ആ ശക്തിയാക്കണത് കൊണ്ട് ആ സ്ഥാപനം അവിടെ നിലനിൽക്കണം, അല്ലെങ്കിൽ എന്തായി പോകുമായിരുന്നു എന്നുള്ളത്. ഉസ്താദിന്റെ ഈ വിശാല മനസ്കതയാണെങ്കിൽ ഓരോരുത്തത് പറിച്ചു കൊണ്ടുപോകുമായിരുന്നു. ഇവിടെ ഏതായാലും പറ്റൂല, അതൊന്നും പ്രശ്നം ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഞാൻ ഉത്തരവാദിത്വം ഒഴിഞ്ഞു. കേറി ഇങ്ങോട്ട് വന്നപ്പോ ഉസ്താദ് സിഗ്നൽ കൊടുത്തോ എന്ന് എനിക്കറിയില്ല. ഒറ്റ ഓട്ടം ആളുകളൊന്നായിട്ട് ഉള്ളിലേക്ക് കടക്കുന്ന കോടിയുടെ അടുത്തേക്ക്. സുബ്ഹാനല്ലാഹ്, പട്ടാളക്കാരി എവിടെന്നാ വന്നത് എന്നറിയില്ല. ഭയങ്കരമായ ബഹളത്തില് വന്നതിനേക്കാളും വേഗത്തില് ഞങ്ങളൊക്കെ തിരിച്ചു പോകും. പിന്നെ അവര് സാധാരണ ആൾക്കാർ നിൽക്കുന്നിടത്ത് പോലും നിൽക്കാൻ അയച്ചില്ല. ഭയങ്കരമായ ശക്തിയാക്കി. ഈ ഖാദിമിന്റെ അടുത്ത് വന്ന തെറ്റാണ്, ഈ അസിസ്റ്റന്റ് ഇമാമിന്റെ അടുത്ത് വന്ന വലിയ തെറ്റാണ്. നിങ്ങളെ ഉള്ളിലേക്ക് കടത്തിവിടാൻ തന്നെ പറ്റൂലായിരുന്നു എന്നൊക്കെ പട്ടാളക്കാരൻ പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു. ഈ സാധുവിന്റെ പടച്ചോനെ ജോലി, കാരണം അവിടെയൊക്കെ ഗവൺമെന്റിൻ്റെതാണ് ജോലി, ഇതോടുകൂടി പോവല്ലോ. പട്ടാളക്കാരനെ മെല്ലെ ഒരു മൂലക്കക്ക് മാറ്റി നിർത്തി അയാളെ പറഞ്ഞ് സമാധാനിപ്പിച്ച്
അയാൾക്ക് ഒന്ന് മന്ത്രിച്ചു കൊടുത്ത് ദയവ് ചെയ്തിട്ട് ആ പാവത്തിന് നിങ്ങൾ പിരിച്ചുവിടുകയാണെങ്കിലും ഇതിന്റെ പേരിൽ പിരിച്ചുവിടരുത്. കാരണം ഇതൊരു വലിയ മനുഷ്യൻ, ആ സ്നേഹവും പേറി കൊല്ലങ്ങളായി കഴിയുന്നു. അങ്ങനെ വന്ന് ആ സ്നേഹത്തിന്റെ 100-1 നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടാൽ നിങ്ങൾ ഇതല്ല ഇതിനേക്കാൾ വലിയ സെക്യൂരിറ്റി സിസ്റ്റം ഉള്ളിടത്ത് പോലും തുറന്നു കൊടുക്കും. അതുകൊണ്ട് സാധുവിനെ ഒന്നും ചെയ്യരുത്. ആയിക്കോട്ടെ, ഒന്നും ചെയ്യണില്ല, ഇനി ഒരാളെ ഇങ്ങനത്തെ ആള് വന്നാലും തുറന്നു കൊടുക്കരുത് എന്ന് ശക്തിയായി നിർദ്ദേശിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് സമാധാനമായി. ബാക്കിയുള്ളവരോട് ഞങ്ങൾ കുറെ അപ്പുറത്തുനിന്ന് യാസീനോദി ദുആ ചെയ്യാൻ പറഞ്ഞു. ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദ് അവറുകളെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്കാർക്കും മനസ്സിലാകാഞ്ഞിട്ടല്ല. പക്ഷെ ഞാൻ അതും പറയലല്ല എൻ്റെ ഉദ്ദേശം. ഇത്തരം മഹാന്മാരൊക്കെ ഉള്ള നാട്ടിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കേൾക്കണം. ഞാൻ തുടങ്ങി വെച്ച മുഖദ്ദിമായ എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട്, അതിലേക്ക് തിരിച്ചു വരികയാണ്. ഈ മഹാന്മാരൊക്കെ ഉണ്ടായിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഭർത്താക്കന്മാരോടുകൂടെ പൂർണ്ണ ഹിജാബ് അനുഷ്ഠിച്ചുകൊണ്ട് 8 സഹോദരിമാരും 2 ചെറിയ 5 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളും 1 4-5 വയസ്സുള്ള അതേ പ്രായമുള്ള ഒരു ആൺകുട്ടിയും അടക്കം 48 പേരാണ്. ഈ പൂർണ്ണ ഹിജാബ് ധരിച്ച ഈ സഹോദരിമാരെ കണ്ടിട്ട് ആ നാട്ടിലെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അത്ഭുതപ്പെടുകയാണ്. പടച്ചവനെ, ഇവര് ഏത് നാട്ടിൽ നിന്ന് വന്നതാ? മനുഷ്യന്മാർ തന്നെയാണോ അല്ല ജിന്നുകളാണോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പെണ്ണുങ്ങൾ ആകെ പള്ളിയിലേക്ക് പോയ 1-2 ഹദീസ് ഉദ്ധരിക്കുന്നോടത്ത് തന്നെ മുതലഫിയാത്തിൻ ഫീ മുറൂത്തിഹിന്ന എന്ന് പറഞ്ഞ ആകെ കെട്ടിപ്പൊതച്ച് ഇത് മനുഷ്യൻ തന്നെയാണോ ചാക്കാണോ എന്ന് പോലും അറിയാത്ത രീതിയിൽ പോയിരുന്ന, ഇരുട്ടത്ത് പോയിരുന്നവരുടെ ചരിത്രം. ആ ഇമാം ബുഖാരിയും ആ തുർമുദി ഇമാമും ബഹാഉദ്ദീനുൻ നഖ്ശബന്ദി ലോകത്ത് മുഴുവൻ മുരീദന്മാരുള്ള നഖ്ശബന്ദി ത്വരീഖത്തിന്റെ മുഅസ്സിസ്. എന്താണ് അവിടെയൊക്കെ ദർഗ ചെന്ന് കണ്ടാൽ, നമ്മളെ നാട്ടിലൊന്നും അവിടുത്തെ ദർഗയുടെ 1% ഹൈബത്ത് തോന്നുന്ന ദർഗകളില്ല. അത് കാജൂരുമില്ല, ഉള്ളാളത്തുമില്ല, എവിടെയില്ല. ആ ജാതി കോംപ്ലക്സുകളും ആ ജാതി പവറും. പക്ഷേ വളരെ അച്ചടക്കം. ദർഗയിൽ വന്നിങ്ങോട്ട് തിരക്കല്ല, വന്ന് സലാം പറഞ്ഞ് ദൂരെ മാറി നിന്ന് ഖുർആനോദി ശബ്ദം വെക്കാതെ ദുആ ചെയ്ത് വളരെ അച്ചടക്കത്തിൽ പോകുമ്പോ വീണ്ടും സലാം പറഞ്ഞ് ആർക്കും ബുദ്ധിമുട്ടാക്കാതെ ഒരാളെ തിരക്കുകയെ ശബ്ദം കൊണ്ട് കിടക്കുന്ന വലിയനെ ശല്യപ്പെടുത്തി കൂടുള്ളവരെ ഓത്തിന് വസ്വാസ് ഉണ്ടാക്കി ഒന്നും ചെയ്യാം. അതൊരു ഭാഗത്ത് വളരെ റെഡിയാണ്. അതേസമയം വേഷവിധാനങ്ങൾ പൂർണ്ണമായും യൂറോപ്യൻ വേഷം. സുബ്ഹാനല്ലാഹ്, സമർക്കന്ദിലെ അഹ്റാർ വലി എന്ന് പറയുന്ന ഒരു വലിയന്റെ ദർഗയിൽ ചെന്നു. നമ്മുടെ മർക്കസിന്റെ മെയിൻ ബിൽഡിങ്ങിന്റെ 4 ഇരട്ടി വരുന്ന വലിയ ഒരു സ്ഥാപനം. ഇതെന്താണ്? ഞങ്ങളുടെ ടൂറിസ്റ്റ് ഗൈഡ് പറഞ്ഞു, ഇത് സമർക്കന്ദിൽ അമീർ തൈമൂറിന്റെ കാലത്തുണ്ടായിരുന്ന ബിരുദ വിദ്യാർത്ഥികൾക്ക് മാത്രം പഠിക്കാനുള്ള ഏറ്റവും വലിയ ദാറുൽ ഉലൂമായിരുന്നു. ചരിത്രത്തിൽ അന്ന് 1000 ബിരുദ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന വലിയ സ്ഥാപനം. ഇന്ന് അതെന്താണ് എന്ന് ചോദിച്ചപ്പോൾ വരൂ കാണിച്ചു തരാം, നിങ്ങൾക്ക് എന്നെ കണ്ടാ തിരിയും. സുബ്ഹാനല്ലാഹ്, ദാറുൽ ഉലൂം മുഴുവൻ കച്ചവട സ്ഥാപനങ്ങൾ. പച്ചക്കറി, മത്സ്യം, മാംസം, വേറൊരു ഭാഗത്ത് അരിയും മസാല കച്ചവടവും, വേറൊരു ഭാഗത്ത് ഇലക്ട്രോണിക്സ്, അങ്ങനെ തുടങ്ങി കച്ചവടം ഒരു ഭാഗം. വേറൊരു ഭാഗത്ത് സ്പാ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് തൈലം തേച്ച് പെണ്ണുങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുന്ന സ്ഥലം. അതിനൊക്കെ പോകുന്നവരും ഉണ്ടാകും.
ആണുങ്ങൾക്ക് തൈലം തേച്ച് പെണ്ണുങ്ങൾ ഉയ്യുന്ന സ്പാ, അത് സ്പെഷ്യലാണ്. സ്പാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആകണം എന്നൊന്നും അർത്ഥമില്ല. അത് ആണുങ്ങൾക്ക് ആണുങ്ങളും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളും ഒക്കെ ഉയ്യണതാകണം. പക്ഷേ പ്രത്യേകം അങ്ങനെ തുടങ്ങി ഇസ്ലാമിന്റെ യാതൊരു അസറുമില്ലാത്ത രീതിയിൽ ആ കോംപ്ലക്സ് മാറിയിരിക്കുകയാണ്. ഞങ്ങള് ടൂറിസ്റ്റ് ഗൈഡിനോട് ചോദിച്ചു, ഇതുപോലെ തന്നെ ഇനിയും വേറെ കുറെ ദാറുൽ ഉലൂമുകളുണ്ടോ? അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ താഷ്കന്റിൽ ആദ്യ ദിവസം പോയ ഇമാം കോംപ്ലക്സ് അത് വലിയ ശരീഅത്ത് കോളേജായിരുന്നു. അത് മുഴുവൻ കച്ചവട സ്ഥാപനമായി മാറി. പിന്നെ തുർമുദിൽ ടെർമിസ് എന്നാണ് അവിടെ ഇംഗ്ലീഷ് അക്ഷരത്തിൽ എഴുതി വെച്ചത്. ടെർമിസ്, നമ്മൾ തുർമുദ് തിർമിസ് അങ്ങനെയൊക്കെ പറയും. അവിടെ വലിയ ദാറുൽ ഉലൂം മ്യൂസിയമായി മാറിയിരിക്കുകയാണ്. ബുഖാറയിൽ വലിയ ദാറുൽ ഉലൂം അന്താരാഷ്ട്ര ഫാഷൻ സെന്ററായി മാറിയിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് അതാണ്. ഈ മഹാന്മാരൊക്കെയും ഉണ്ടായ നാട്ടിൽ, ഇസ്ലാമിക ഭരണം നൂറ്റാണ്ടുകളോളം ഉണ്ടായ നാട്ടിൽ സോവിയറ്റ് യൂണിയന്റെ ഭരണം വരികയും അവര് ആദ്യം ചെയ്തതെന്താണെന്നറിയാമോ? മദ്രസകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ദീൻ പഠിപ്പിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങൾക്കും അവര് നിയന്ത്രണം ഏർപ്പെടുത്തി. അങ്ങനെ മദ്രസകളുടെ ദീനീ സ്ഥാപനങ്ങളുടെ പാഠ്യപദ്ധതികളിൽ ഗവൺമെന്റ് കുറെ പുതിയ വിഷയങ്ങൾ കൊണ്ടുവന്ന് അത് പഠിപ്പിക്കണം. ദീനിന്റെ പല വിഷയങ്ങളും പഠിപ്പിക്കാൻ പാടില്ല. പിന്നെ പിന്നെ പുതിയ മദ്രസകൾ തുടങ്ങാൻ പാടില്ല. പിന്നെ മദ്രസകളിൽ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകണം എന്ന് പറഞ്ഞ് ഉള്ള മദ്രസയിൽ തന്നെ ഓരോ ഭാഗം അവർക്ക് ടോയ്ലറ്റ് ആക്കാനും കുളിമുറിയാക്കാനും അവർക്ക് കച്ചവടം ചെയ്യാനും ഇങ്ങനെ ക്രമേണ മദ്രസകളിലെ പഠനം പാടെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇന്ന് നിങ്ങൾ ആ നാടുകളിലെ പള്ളികളിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് തോന്നും, പടച്ചോനെ വയസ്സന്മാര് നല്ലോണുണ്ട്. ഒന്നുകൂടി നോക്കിയിട്ട് വിലയിരുത്തിയാല് രണ്ടാമത് നമുക്ക് ബോധ്യപ്പെടും, പള്ളിയിൽ വയസ്സന്മാര് മാത്രമേ ഉള്ളൂ. പള്ളിയിൽ നിന്ന് ഇറങ്ങി പുറത്ത് നിൽക്കുന്ന കച്ചവടക്കാരനായ ചെറുപ്പക്കാരനോട് ഞാൻ തന്നെ ചോദിച്ചു, എന്തേ നീ നിസ്കരിക്കുന്നില്ലേ? അവൻ പറഞ്ഞത് ആഫ്റ്റർ 50 years എന്ന് പറഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ ഇവിടെ നിസ്കരിക്കൽ. പിന്നെ വേറൊരു വയസ്സനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അയാളെപ്പോലെ താടി വെളുത്തതിന്റെ ശേഷം. ആ രീതിയിലേക്ക് ഈ ഇസ്ലാമിക കേന്ദ്രങ്ങൾ മാറി എന്ന് പറയുമ്പോൾ അവിടെ മാത്രമാണ് മനസ്സിലാക്കരുത്. നമ്മുടെ ഡൽഹിയിൽ മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ട പള്ളികളുടെ കണക്കുകൾ, ഔദ്യോഗിക രേഖകൾ ഉദ്ധരിച്ചിട്ടുള്ള കണക്ക് തന്നെ 380 പള്ളികൾ. ഡൽഹി എന്ന് പറയുന്ന വലിയ നഗരം, അല്ലാമാ ഇഖ്ബാൽ ഒരിക്കൽ പറയുകയുണ്ടായി, സർസമീൻ ദില്ലി की मस्जूद दिले गमदीद है जर्रा जर्रे में लहो असलाफ का खाबीद है पाक इस उजड़े गुलिस्तान में क्यों गर नहीं अज़मत है खानका है अज़मत है मस्जूद दिल जमीन എന്ന് പറഞ്ഞുകൊണ്ട് വരികൾ എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ഏതായാലും അതിന്റെ തത്വം പാക് ഈ സുജുഡേ ഗുലിസ്ഥാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു, സോത്തെ ഹൈ മിസ്ഖാക് മേ ഖൈറുൽ ഉമം കെ താജ്ദാർ നസ്മ ആലം കാ രഹാ ജിൻകി ഹുകൂമത്ത് പർ മദാർ. ലോകം അടക്കി വാഴുന്ന അഖ്താബുകൾ, സയ്യിദുൽ കായിനാത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനന്തരവന്മാരായ അഹ്ലുബൈത്തുകൾ, വലിയ വലിയ കറാമത്ത് പ്രകടിപ്പിച്ച ഔലിയാക്കൾ ഉറങ്ങുന്ന മണ്ണാണ് ഈ മണ്ണ് എന്ന് അല്ലാമാ ഇഖ്ബാൽ ഡൽഹിയുടെ ഏറ്റവും വലിയ പോരിശയായി
ഔലിയാക്കന്മാർ അന്തിയുറങ്ങുന്ന കേന്ദ്രമാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടെയാണ് നമ്മുടെ 380 പള്ളികൾ നമുക്ക് നഷ്ടപ്പെട്ടു. പലതും പുരാവസ്തു മ്യൂസിയങ്ങളായി, കാഴ്ച വസ്തുക്കളായി, മറ്റു പലതും മാലിന്യങ്ങൾ സംഭരിക്കപ്പെടുന്ന മാലിന്യ കൂമ്പാരങ്ങളായി മാറിയെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ അവസ്ഥ ഇതാണ് എന്നാ ഞാൻ പറഞ്ഞു വന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഞാൻ തുടങ്ങി വെച്ചല്ലോ, നമ്മുടെ കേരളത്തോട് ചേർന്ന് ഈ കർണാടകത്തിലുമൊക്കെ ആ ഒരവസ്ഥ വരാഞ്ഞത് എന്തേ എന്നതിന്റെ ജവാബാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ആലിമീങ്ങൾ അൽഹംദുലില്ലാഹ് മറ്റൊന്നും നോക്കാതെ ഈ ദീനിന്റെ ജീവൻ ഇൽമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അങ്ങനെ തന്നെ ഉൾക്കൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദീന് നിലനിൽക്കണമെങ്കിൽ ഇൽമു വേണം. ആ ഇൽമു നിലനിൽക്കണമെങ്കിൽ അതിന് മദ്രസകളും കോളേജുകളും, അതിന് സഖാഫികളും അഹ്സനികളും അസ്ഹരികളും അതുപോലെ തന്നെ സഅദികളും മറ്റുള്ള ആലിമീങ്ങളും ഒക്കെ വേണം. അതിന് മദനികൾ വേണം, അല്ലാത്തവര് വേണം എന്നുള്ള ആലോചനയിൽ അവര് പ്രവർത്തിച്ചത് കൊണ്ട് അൽഹംദുലില്ലാഹ് ലോകത്തെവിടെയെങ്കിലും കാണാൻ പറ്റുമോ ഈ ഒരവസ്ഥ? നിങ്ങൾ ആലോചിച്ചു നോക്കി. ഇതേപോലെ വെള്ളവസ്ത്രം ധരിച്ച് തലപ്പാവണിഞ്ഞ് മോമിനീങ്ങളുടെ ഖൽബിൽ കാണുമ്പോഴേക്ക് സന്തോഷം തോന്നുന്ന ഒരു വിഭാഗം ലോകത്ത് നമ്മുടെ നാട്ടിലല്ലാതെ വേറെ എവിടെയാണുള്ളത്? പള്ളികളിൽ 24 മണിക്കൂറും അല്ലാഹുവിന്റെ ദിക്ർ നടക്കുന്ന രീതിയിൽ പള്ളിയെ ഹയാത്താക്കുന്ന ദർസ് സംവിധാനം എവിടെയാണുള്ളത്? സ്കൂൾ പഠനത്തോട് ഒപ്പം തന്നെ അൽഹംദുലില്ലാഹ് വ്യത്യസ്ത മതക്കാരായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതേപോലെ മുസ്ലിമീങ്ങളും ഒരുമിച്ചിരിക്കുന്ന ആ സ്കൂളിൽ തന്നെ ഇത്രമാത്രം മതസൗഹാർദ്ദത്തിൽ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഹിന്ദുവിന് ഹിന്ദുവിൻ്റെതായ രീതിയിൽ ജീവിക്കാൻ, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കാൻ, മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാൻ, മുസ്ലിമീങ്ങൾക്ക് പഠിപ്പിക്കാൻ അവരുടെ മദ്രസ, മറ്റുള്ളവർക്ക് അവരുടെ മതം പഠിപ്പിക്കാൻ അവരുടേതായ സംവിധാനം, ഇത് നിലവിലുള്ള ഒരു നാട് വേറെ എവിടെയാണുള്ളത്? ഡൽഹിയിൽ നിന്ന് അംഗീകാരം ലഭിക്കുന്ന CBSE സ്കൂളുകൾ, നമ്മുടെ ഈ സ്ഥാപനം പോലെ നമ്മുടെ സിദ്ദീഖ് സഖാഫി നേതൃത്വം നൽകുന്ന, നിങ്ങളൊക്കെ സഹകരിക്കുന്ന ഈ സ്ഥാപനം പോലെ കർണാടക സ്റ്റേറ്റ് സിലബസ് നടക്കുന്ന, അതേപോലെ തന്നെ കേരളത്തിൽ കേരള സ്റ്റേറ്റ് സിലബസ് നടക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, ഒരു ഭാഗത്ത് നന്നായി ഇംഗ്ലീഷ് പറയുന്ന മാസ്റ്റർമാരും ടീച്ചർമാരും ഒക്കെ അവർക്ക് സയൻസും ടെക്നോളജിയും ഹിസ്റ്ററിയും ഫിസിക്സും കെമിസ്ട്രിയും അതേപോലെ പൊളിറ്റിക്കൽ സയൻസും ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ അതിന്റെ കൂടെ നമ്മുടെ ദീനിയായ വിഷയങ്ങളും കൂടി പഠിപ്പിക്കാൻ നമ്മുടെ ഈ പ്രദേശങ്ങളിലല്ലാതെ ലോകത്ത് എവിടെയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ആലിമീങ്ങൾ ഉള്ളത്, അതിന് സംവിധാനമുള്ളത്? ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണ്ടേ? ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ പിന്നെ ആരാണുള്ളത്? ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഏറ്റി കൊടുക്കുമാറാണ്. നിങ്ങൾ നോക്കി യാത്രന്റെ സ്ഥിതി, എന്നും യാത്രയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വെറുതെ പറയല്ല. 2 മണിക്കാണ് സുബഹിന്റെ മുമ്പ് ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാൻ എയറിൽ ഡൽഹിയിൽ നിന്ന് കയറുന്നത്. അങ്ങനെ എയർപോർട്ടിൽ നിന്ന്, താഷ്കന്റ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങുന്നത് രാവിലെ 7 മണിക്കാണ്. ആ നാട്ടിലെ നിയമം എന്താണെന്നറിയോ? ഞങ്ങളോട് ടൂറിസ്റ്റ് ഗൈഡ് വളരെ ശക്തമായി പറഞ്ഞതാണ്. എന്നോട് തന്നെ വ്യക്തിപരമായി 2 വട്ടം ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ ഉസ്ബെക്കിസ്ഥാനിലെ വലിയ പണക്കാരാണ്. അവര് എന്നോട് പറഞ്ഞത്, യു ആസ്ക് യുവർ ട്രാവൽ മേറ്റ്സ് not to offer prayer in public communities.
പൊതുസ്ഥലങ്ങളിലൊന്നും നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയണം. ഞങ്ങൾ താഷ്കന്റ് എയർപോർട്ടിൽ ഇറങ്ങിയപ്പോ സുബഹിക്ക് സമയം അടുത്തായി. ഞങ്ങളെ ലഗേജ് കിട്ടുന്നതിന്റെ മുമ്പ് തന്നെ സുബഹി ബാങ്ക് കൊടുത്തു. ബാങ്ക് അവിടെ പുറത്തേക്ക് ഞങ്ങൾ കേട്ടിട്ടില്ല. പക്ഷെ ഞങ്ങളടുത്തൊക്കെ ഈ മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട് ബാങ്കിന്റെ സമയമായി. ശൈഖുന ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഇവർ പ്രത്യേകം പറയുന്നുണ്ട് എയർപോർട്ടുകളിലൊന്നും നിസ്കരിക്കാൻ പാടില്ല, നിങ്ങൾ ഹോട്ടലിലെത്തിയിട്ട് നിസ്കരിക്കണം. ശൈഖുന പറഞ്ഞു നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിസ്കരിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെടുകയാണ് എങ്കിൽ നിസ്കരിക്കാതെ നിസ്കാരം പിന്തിക്കാനൊക്കെ ഞമ്മക്ക് അവകാശമുണ്ട്. ദീന് അതിന് അനുമതിയും നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതല്ല ചെയ്യേണ്ടത്. ഇടക്കിടക്ക് നമ്മൾ ഇവിടെ സിയാറത്തിന് വരണം. വരുന്നവർ മുഴുവൻ എയർപോർട്ടിൽ നിന്ന് തന്നെ ഇവരെയൊക്കെ കാണാൻ നിസ്കരിക്കണം. ഒരു വട്ടം നിസ്കരിച്ചാൽ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാകും ഇങ്ങനെ നിസ്കരിക്കണോലുണ്ട്. പിന്നത്തെ വട്ടം വരുന്നോൽക്ക് പിന്നെ നിസ്കരിക്കാൻ ഒരു പ്രയാസവും ഉണ്ടാവില്ല. നമ്മള് ഇത് നിസ്കരിച്ചാല് പ്രശ്നമാണ് ഓല് പറഞ്ഞു നേരിട്ട് പിന്തിച്ചാലോ പിന്നെ നമ്മളെ ഈ സിയാറത്തിന് വരുന്നോലെ മുഴുവൻ നിസ്കാരം ഖളാവും. അതുകൊണ്ട് നമ്മളങ്ങോട്ട് നിസ്കരിക്കുക, വരുന്നോടത്ത് വെച്ച് കാണാം. സുബ്ഹാനല്ലാഹ്, അറൈവൽ ഹാളില് ബെൽറ്റില് സാധനങ്ങൾ ഇങ്ങനെ വരുന്നോടത്ത് ആ ഫ്ലൈറ്റിൽ വന്നോലും മറ്റുള്ളവരും ഒക്കെ കാത്തിക്കണ്. ഞങ്ങൾ ഒതുകൊടുത്ത് അവിടെ അങ്ങോട്ട് വിരിച്ച് ജമാഅത്തായിട്ട് അങ്ങോട്ട് നിസ്കരിച്ച് ഒരക്ഷരാരും വേണ്ടി. പിന്നെ ചെല്ലുന്നോടത്തൊക്കെ ഞങ്ങൾ അങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങി. റെയിൽവേ സ്റ്റേഷനിലും അവിടെ ഒന്നും പാടില്ല. നാട്ടുകാരെ വിശ്വാസം തന്നെയാണ്. നമ്മൾ ആലിമീങ്ങൾ ഇങ്ങനെ പേടിച്ച് കളിച്ചാൽ ഞമ്മക്ക് ചിലപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പം തന്നെ അടുത്ത സീറ്റിലുള്ളോ എന്ത് വിചാരിക്കും, വേറുള്ളോൻ എന്ത് വിചാരിക്കും എന്നാ നമ്മളാകെ ചിന്ത. പടച്ചോനെ, ഈ ആലിമായ ഞാൻ വക്തിൽ നിസ്കരിക്കാഞ്ഞാൽ എന്നെ സൃഷ്ടിച്ച അല്ല എന്നെ പറ്റി എന്ത് കരുതും? ഞാൻ ഈ പഠിച്ച ഇൽമിന് എന്ത് വിലയാണുള്ളത്? ഇങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടായിട്ട് നിസ്കരിക്കാഞ്ഞാൽ ഇത് നമ്മൾ ആലോചിക്കണില്ല. ഇത് മറ്റോന് നമ്മളെപ്പറ്റി എന്ത് ചിന്തിക്കും? ഓ നമ്മളെപ്പറ്റി തെറ്റായതാണ് ചിന്തിക്കണതെങ്കിൽ ഇന്ന വഅദല്ല തന്നെ ഇസ്മുൻ, അത് ഓനാണ് ഇസ്മു എന്ന് കരുതണം. നമ്മൾ നിസ്കരിക്കണം. ഞങ്ങൾ പോയ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ നിസ്കരിച്ചു എന്ന് മാത്രമല്ല, വലിയ വലിയ ഹോട്ടലുകളിൽ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഓർഡർ ചെയ്താൽ കുറെ സമയം വേണ്ടി വരും. ഞങ്ങൾ പറയും ഞങ്ങൾക്ക് നിസ്കരിക്കണം, അതിനുള്ള സൗകര്യം ചെയ്ത് എല്ലാം റെഡി, ഓലെന്നെ വിരിച്ച് റെഡിയാക്കി. അപ്പൊ ഞാൻ പറഞ്ഞത് ആ താഷ്കന്റിൽ ഇറങ്ങി ഹോട്ടലിലെത്തുമ്പം 10 മണി 12 മണിക്ക് പുറപ്പെടണം. രാത്രി തീരെ ഉറങ്ങിയിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ ഇമാം കോംപ്ലക്സ് സിയാറത്ത് കഴിഞ്ഞ് 700 കിലോമീറ്റർ വൈകുന്നേരം 6 മണിക്ക് കയറിയ ട്രെയിനിൽ നിന്ന് ഞങ്ങൾ പിറ്റേന്ന് 10 മണിക്കാണ് തുറമുദിൽ എത്തിയിട്ട് ഇറങ്ങുന്നത്. ആ തുറമുദിലെത്തിയിട്ട് ഞങ്ങൾക്ക് അവിടെ വിശ്രമിക്കാൻ നേരം തന്നെയല്ല, ഒരു ഹോട്ടലിലെ റൂമിൽ കയറി വേഗം കുളിച്ച് ഡ്രസ്സ് മാറി നാഷ്തയും കഴിച്ച് പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ളത് സമർക്കന്ദിലേക്ക് 500ഓളം കിലോമീറ്റർ ദൂരം ബസ്സിന്. അത് സ്പീഡിൽ പോണ റോഡല്ല, മലയുടെ മുകളിൽ ശൈഖുന യാത്ര ചെയ്യാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ആ മുഖത്ത് ബുഖാരി ഇമാമിന്റെ ഹദറത്തിലെത്തിയപ്പോ നേരത്തെ ബൂസൂരി ഇമാമ് പറഞ്ഞ ആ വജുദിന്റെ രേഖകൾ അസ്ബത്തൽ വജുദു ഖത്തയ്യബ്റത്തിൻ വദനാ അത് കാണാൻ കഴിഞ്ഞത്. എന്തേ ബഹുമാനപ്പെട്ട ശൈഖുന അത് കഴിഞ്ഞിട്ട് വിശ്രമിക്കാൻ വന്നോ? നേരെ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് പോവുകയാണ് ജിദ്ദയിലേക്ക്, ദുബായിലേക്ക്. ദുബായിൽ ഒരു മീറ്റിംഗ് ഉണ്ട് മർക്കസിന് വേണ്ടി. അത് കഴിഞ്ഞ് പിറ്റേന്ന് ജിദ്ദയിലേക്ക് പോവുകയാണ്. ജിദ്ദയിൽ അന്നൊരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് മദീനയിലേക്ക് പോകുകയാണ് ഹബീബായ റസൂലുള്ളാഹി. അതും കഴിഞ്ഞ് അവിടെ നിന്ന് റിയാദിലേക്ക് പോവുകയാണ്. അവിടെയൊക്കെ അത് റിയാദും ദമ്മാമും മൽഹസയും ഒക്കെ കഴിഞ്ഞ് വീണ്ടും ജിദ്ദയിലേക്ക് അവിടെ നിന്ന് ഹജ്ജിന് പോകുകയാണ്. ഒരൊറ്റ ദിവസം പോലും വിശ്രമമില്ലാതെ തന്റെ ഓരോ സെക്കൻഡുകൾ കൊണ്ടും മറ്റുള്ളവർക്ക് ഒരു പുരുഷായുസ് കൊണ്ട് നേടാൻ കഴിയാത്ത നേട്ടങ്ങൾ ഈ സമുദായത്തിന് നേടിത്തന്ന ഉസ്താദാണ് നമ്മുടെ ഉസ്താദ്. അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം ചെറുതല്ല, അത് വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ആ ഉസ്താദ് ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമോ എന്ന് സങ്കല്പിച്ചു. ആ ഷെയ്ഖുന ഉസ്താദ് എങ്ങാനും ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ SSFന്റെ അവസ്ഥ, ഈ SYSന്റെ അവസ്ഥ, നമ്മുടെ ഈ മദ്രസകളുടെ അവസ്ഥ, നമ്മുടെ ഈ സംഘടനയുടെയും സ്ഥാപനങ്ങളുടെയും അവസ്ഥ, സർവോപരി നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? കഴിഞ്ഞ കൊല്ലത്തെ ഹജ്ജ് യാത്രക്കാരെ യാത്രയയക്കുമ്പോൾ കരിപ്പൂരിലെ ഹജ്ജ് ക്യാമ്പിൽ വെച്ച് ഹാജിമാരോട് മറുവിഭാഗം സമസ്തയുടെ സെക്രട്ടറി ചെറുശ്ശേരി നൽകിയ ഉപദേശം എന്താണെന്നറിയാമോ? നിങ്ങൾ അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാവൂ. ഈ അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാവൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വിശദീകരിക്കല്ല ഞാൻ. ഇതും വഹാബികളുടെയും മൗദൂദികളുടെയും മുദ്രാവാക്യങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഓരോ വിഷയത്തിലും മറുവിഭാഗം സമസ്തയുടെ സമീപനങ്ങൾ അതേ വിഷയത്തിൽ സുന്നത്തി ജമാഅത്തിന്റെ ആജന്മവൈരികളായ വഹാബി മൗദൂദികളുടെ സമീപനങ്ങളും ആശയങ്ങളും ഇത് നിങ്ങളൊന്ന് താരതമ്യം ചെയ്യൂ. അങ്ങനെ നോക്കിയാൽ ശൈഖുന ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ശൈഖുന ഈ രീതിയിൽ തന്റെ ജീവിതം ബലി കഴിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയില്ലായിരുന്നു എങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ അവസ്ഥ എന്താകും? ലോകത്തിന്ന് അനവധി രാജ്യങ്ങളിൽ സുന്നികളുണ്ട് എന്നത് ശരിയാണ്. ഞാൻ ഇന്നലെ രാവിലെ എന്റെ വ്യായാമ സമയത്ത് ശ്രദ്ധിക്കുന്ന ഒരു വാർത്തയാണ് ഫ്രാൻസിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന, ഫ്രാൻസിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഫ്രാൻസ് 24 എന്ന് പറഞ്ഞ ചാനലിന്റെ വാർത്ത. ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദർഗ വലിയ ബോംബ് വെച്ച് തകർക്കുന്ന രംഗം അവർ ഈ ചാനലിൽ വ്യക്തമായി ഇങ്ങോട്ട് കാണിക്കുകയാണ്. ഭൂമിയുടെ അടിയിലേക്ക് എത്രയോ മീറ്ററുകൾ താഴെ നിന്ന് വേരോടുകൂടി ഒരു ബിൽഡിംഗ് പിഴുതെടുത്ത് വലിച്ചെറിയാനും പൊട്ടിത്തെറിപ്പിക്കാനും കഴിവുള്ള ബോംബ് വെച്ചിട്ട് IS എന്നോ അല്ലെങ്കിൽ ഇസിൽ എന്നോ അല്ലെങ്കിൽ ഇസിസ് എന്നോ പേരുള്ള സംഘടന, അഥവാ സാക്ഷാൽ വഹാബിസം രൂപം കൊണ്ട സമയത്ത് വഹാബിസം എന്തായിരുന്നോ ചെയ്തത്? അത് വഹാബിസത്തെ പറ്റി നിങ്ങൾക്ക് ഇബ്നു അബ്ദുൽ വഹാബിന്റെ സഹോദരൻ സുലൈമാൻ ഇബ്നു അബ്ദുൽ വഹാബ് എഴുതിയ പുസ്തകം വായിച്ചാൽ വളരെ വ്യക്തമായി കാണാൻ പറ്റും. നബ്ഹാനിയുടെ അദുററുസ്സനിയ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വഹാബികൾ അല്ലാത്തവരെ മുഴുവൻ അവര് ജാഹിലിയ്യ കാലത്തുള്ള അന്നത്തെ ഖുറൈശികളുടെ മുശ്രിക്കീങ്ങളെക്കാളും അങ്ങേയറ്റത്തെ വലിയ ശിർക്ക് ചെയ്തവരാണ് എന്ന് ആരോപിച്ചു എന്ന് മാത്രമല്ല, അവരെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, അവരെ പട്ടാളത്തെ സ്വാധീനിച്ചുകൊണ്ട്, ഭരണകൂടങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ഉയൈനയിലും ഹുറൈമീരയിലും അതുപോലെ ദർഇയ്യയിലും ഹിജാസിലും നജിദിലും ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ ഭരണകൂടം. ആ ആശയം വഹാബിസമാണ് ലോകത്ത് മുഴുവൻ തീവ്രവാദത്തിന്റെ അടിത്തറ. ആ വഹാബിസത്തിന് ശക്തി പോരാ ഭരണാധികാരികൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭരണകൂടത്തിന് എതിർക്കാൻ കഴിയാത്തപ്പോ എതിർപ്പ് മുഴുവൻ അമേരിക്കയുടെ പേരിൽ എന്ന് പ്രചരിപ്പിച്ച് രംഗത്ത് വന്നവരാണ് അൽ ഖായിദ. ആ അൽ ഖായിദക്ക് ശക്തി കുറഞ്ഞുപോയി എന്ന് തോന്നിയപ്പോൾ യഥാർത്ഥ വഹാബിസം പ്രചരിപ്പിക്കാൻ വേണ്ടി സർവശക്തിയും ഉപയോഗിച്ചുണ്ടാക്കിയതാണ് അദ്ദൗലത്തുൽ ഇസ്ലാമിയ എന്ന് ഇപ്പോൾ പേര് ചുരുക്കി. നേരത്തെ അദ്ദൗലത്തുൽ ഇസ്ലാമിയ ഫിൽ ഇറാഖി വശാം, ദാഇഷ് എന്ന് അറബിയിൽ ചുരുക്കപ്പേർ, ഇംഗ്ലീഷിൽ ഇസിസ്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് ഷാം, ഈ പേരിലാണ്. അവര് റിഫായി തങ്ങളുടെ മഖ്ബറ പൊളിച്ചു. യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ദർഗക്കുള്ളൊരു പ്രത്യേകത, അത് യുനെസ്കോ ഇറാഖിലെ ഏറ്റവും മുന്തിയ ചരിത്ര സ്മാരകമായി യുനെസ്കോ എന്ന അന്താരാഷ്ട്ര സംഘടനയുടെ പട്ടികയിൽ വളരെ പ്രാധാന്യം കൊടുത്തതും അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഐക്യരാഷ്ട്രസഭ തന്നെ കോടികൾ ഫണ്ട് ബജറ്റിൽ വകയിരുത്തിയതുമായ സ്ഥാപനമാണ്.
ബോംബ് വെച്ചത് അങ്ങോട്ട് തകരുന്നതിന്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി പ്രിയപ്പെട്ട. മാലി എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യത്തിൽ പണ്ട് ഇബ്നു ബത്തൂത്ത യാത്ര പുറപ്പെട്ടത് തിംബുക്തു എന്ന് പറഞ്ഞ നഗരത്തിലായിരുന്നു. 500-600 കൊല്ലം പഴക്കമുള്ള ദർഗകൾ, ഔലിയാക്കന്മാരുടെ ദർഗകൾ മുഴുവൻ പൊളിച്ചു. സംഘടനയുടെ പേര് തന്നെ ഹർക്കത്തു അൻസാരി സുന്ന അവിടെ പേരിട്ട്. ആ പേരും പറഞ്ഞുകൊണ്ട് ദർഗകൾ മുഴുവൻ പൊളിച്ചു. വലിയ വലിയ മഹാന്മാരുടെ 700-ഉം 800-ഉം 1000 കൊല്ലം പഴക്കമുള്ള ഗ്രന്ഥങ്ങളുടെ കയ്യെഴുത്തുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോ തങ്ങളുടെ ഏറ്റവും വലിയ ഗ്രന്ഥശേഖരങ്ങളിലെ മാനുസ്ക്രിപ്റ്റ് ശേഖരം എന്ന് വിലയിരുത്തിയ കുതുബ് ഖാനകൾ, ആ പള്ളികൾ, അത് മുഴുവൻ തകർത്തു കളഞ്ഞു. ഈ പറഞ്ഞ അദ്ദൗലത്തുൽ ഇസ്ലാമി ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കും. ഇവരൊക്കെ ഈ പേരുപയോഗിക്കുന്നത് മുഖേന ഉണ്ടാകുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്തുള്ള ഖിലാഫത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയിരുന്ന ഇസ്ലാമിക ഭരണം, ഇതൊക്കെ ഈ രീതിയിൽ മനുഷ്യന്മാരെ കൊല്ലുന്ന ഭരണമായിരുന്നു എന്ന് വേറുള്ളവർക്ക് പറയാനുള്ള ശ്രമമാണ്. സുന്നത്ത് ജമാഅത്തിന് ആ നാടുകളിലൊക്കെ എന്താണോ സംഭവിച്ചത് അത് ഇവിടെ സംഭവിക്കുമായിരുന്നു എന്നത് ഒരു ഗവേഷകൻ മുൻകൂട്ടി തയ്യാറാക്കുന്ന തിസീസ് അല്ല, ഹൈപ്പോതിസിസ് എന്ന് പറയും. ഗവേഷണം നടത്തുന്ന ആള് ഗവേഷണത്തിനുള്ള സിനോപ്സിസ് തയ്യാറാക്കുമ്പോ ഇതിലൂടെ കണ്ടെത്തിയേക്കാൻ സാധ്യതയുള്ള പോയിന്റുകൾക്കാണ് ഹൈപ്പോതിസിസ് എന്ന് പറയൽ. ഇസ്തിൻതാജാത്ത്. ഇത് ഇസ്തിൻതാജാത്തല്ല, മറിച്ച് അരീക്കോട്ടെ ഇബ്രാഹിം മാസ്റ്റർ അൽമനാറിൽ മലയാളത്തിൽ എഴുതി വെച്ചത് വളരെ വ്യക്തമായി ഒരു പക്ഷേ പേരോട് ഉസ്താദിന്റെയും മറ്റുമൊക്കെ പ്രസംഗത്തിൽ കേട്ടവരുണ്ടാകും. അൽമനാറിന്റെ കോപ്പി ഇപ്പോൾ സൂക്ഷിച്ചു വെക്കുന്നവരുണ്ടാവും. തൗഹീദ് വഹാബിസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ശുദ്ധ തൗഹീദാണ് എന്ന് മാത്രമല്ല, ഇതിനെതിരാണ് ഇന്ന് ഇവിടെ കാണുന്ന സുന്നികളൊന്നും, അതുകൊണ്ട് അവരെ കൊല്ലൽ നിർബന്ധമാണ്. കണ്ടോ ഭീകരവാദം. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മർക്കസ് ഇല്ലായിരുന്നെങ്കിൽ, ശൈഖുന ഉസ്താദ് അവർകൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഈ സഖാഫി സമൂഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ സഖാഫി സമൂഹം എന്ന് പറയുന്നത് സഖാഫികളെ മാത്രം ഉദ്ദേശിച്ചല്ല, മറിച്ച് ശൈഖുന ഉസ്താദ് നമുക്ക് കാണിച്ചു തന്ന ഒരു മാർഗമുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ എവിടെയും അത് ശക്തമായി പറയുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അത് കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് മറ്റെന്തും ഉള്ളൂ എന്നുള്ള മുദ്രാവാക്യം അത് മുഴക്കുന്നവർ, അത് മർക്കസിൽ പഠിച്ച് ബിരുദമെടുത്ത സഖാഫികളും മറ്റ് സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളിൽ പഠിച്ച് അവിടുത്തെ ബിരുദമുള്ളവരും ആ ബിരുദത്തിനൊന്നും പോകാതെ നമ്മുടെ SSFന്റെയും SYSന്റെയും SBS-ന്റെയും ഒക്കെ പ്രവർത്തകരായി മാറിയ പിഞ്ചു കുട്ടികളടക്കം വൃദ്ധന്മാരടക്കം അവർക്ക് ആവശ്യമുള്ള സഹായം ചെയ്യുന്ന വീട്ടിന്റെ ഉള്ളിലിരിക്കുന്ന ഉമ്മമാരും സഹോദരിമാരടക്കം ഞാൻ ഈ പറഞ്ഞതിൽ ബഹുമാനപ്പെട്ട ശൈഖുനായും ഈ സമൂഹവും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു സംശയവുമില്ല, ഇറാഖിലെ പോലെ, സിറിയയിലെ പോലെ, തുണീഷ്യയിലെ പോലെ, യമനിലെ പോലെ, ഈജിപ്തിലെ പോലെ, ലിബിയയിലെ പോലെ, മാലിയിലെ പോലെ, യമനിലെ പോലെ മുസ്ലിമീങ്ങൾ പരസ്പരം കൊല്ലുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അഥവാ അല്ലാഹുവിന്റെ റസൂൽ ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞതുപോലെ ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും അലൈക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ വസതൽഖൗന റബ്ബക്കും ഫയസ്അലുക്കും അൻ അഅമാലിക്കും അലാ ഫലാ തർജിഉ ബഅദി കുഫാറാ നടക്കുന്നത് അതല്ലേ പ്രിയപ്പെട്ടവരെ? ഈ സമൂഹത്തിന്റെ ബഅദ് തന്നെ മറ്റേ ബഅദിനെ വെട്ടുകയാണ്. ആരാണ് ആരുടെ ആളാണ് എന്ന് തിരിയാത്തൊരവസ്ഥയാണ്. ആ അവസ്ഥ തൽക്കാലത്തേക്കെങ്കിലും ഇതുവരെ തടഞ്ഞു നിർത്താൻ സാധിച്ചത്
ഭീകരവാദം, തീവ്രവാദം തുടങ്ങിയ ആശയങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വേരുറപ്പിക്കാൻ, കാലുറപ്പിക്കാൻ സാധിക്കാതെ വന്നതിനാലാണ്. എന്തുകൊണ്ട് അതിനിവിടെ വേരുറപ്പിക്കാൻ, കാലുറപ്പിക്കാൻ സാധിച്ചില്ല എന്ന് ചോദിച്ചാൽ, നമ്മുടെ ആലിമീങ്ങൾ നമ്മുടെ മക്കളെ, നമ്മുടെ പ്രവർത്തകരെ വളർത്തിയത് സുന്നത്ത് ജമാഅത്തിന്റെ സമാധാനത്തിന് മുൻഗണന നൽകുന്ന ആ പാതയിലാണ്. ഇതിവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം. ഇത് സഖാഫികളായ നിങ്ങൾ മറ്റുള്ളവരെ ധരിപ്പിക്കണം. സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ തീവ്രവാദം എന്നാണ് എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. അത് തിരുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്ന സ്വഭാവമാണ് നമ്മുടേത് എന്ന് നമ്മളെപ്പറ്റി ചിലര് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. വഹാബിസത്തിന്റെ ചരിത്രം അറിയാത്തവര് അങ്ങനെ ചെയ്യുകയുള്ളൂ. ആദ്യം തന്നെ മുസ്ലിമീങ്ങളെ കാഫിരീങ്ങളാക്കിയവരും ആ വഹാബികളാണ്. ലോകത്തെ മുസ്ലിമീങ്ങളെ ഒന്നായി കാഫിരീങ്ങളും മുശ്രിക്കീങ്ങളുമാക്കി പ്രഖ്യാപിച്ചതിനാൽ ആ വിഭാഗം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്ക് അന്ന് ഫത്വ നൽകേണ്ടി വന്നു. നേരെ ആരോപണം നമ്മുടെ തലയിലേക്ക് ഇങ്ങോട്ട് അവര് ചാർത്തിത്തന്നു. നമുക്കാണെങ്കിൽ അങ്ങനെ അല്ല വസ്തുത എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചതുമുണ്ടായില്ല. അതുകൊണ്ട് ആ ബാധ്യത എന്റെ സുഹൃത്തുക്കളായ സഖാഫികളായ നിങ്ങളുടെ മുന്നിലാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല, നിങ്ങളോട് പ്രധാനമായി പറയാനുള്ളത്, നമ്മള് സഖാഫികൾ ലോകത്തിന് മാതൃകയാണ്. നമ്മൾ മാതൃകയാകേണ്ടത്, നമ്മൾ എവിടെയെങ്കിലും മഹലിൽ ചെന്ന് അവിടെ കുഴപ്പമില്ലാത്ത സ്ഥലത്ത് കുഴപ്പമുണ്ടാക്കി അങ്ങനെ ശ്രദ്ധ ആകർഷിക്കുകയല്ല വേണ്ടത്. ആദ്യം തന്നെ നമ്മുടെ അജണ്ടയിൽ നമ്മൾ എഴുതി ചേർക്കേണ്ടത് അവിടത്തെ മദ്രസയുടെ സിലബസ് മാറ്റലോ അല്ലെങ്കിൽ പള്ളിയിൽ അവിടത്തെ ഖത്തീബ് ഖുതുബക്ക് ഉപയോഗിക്കുന്ന കിതാബ് മാറ്റലോ അല്ല. ഞാൻ എപ്പോഴും സഖാഫികളായ നിങ്ങളോട് ക്ലാസ്സിൽ വരെ പറയുന്നു, നമ്മൾ അവിടെ ചെന്ന് ആ നാട്ടുകാരുടെ ഖിദ്മത്തിനാണ് നമ്മൾ വന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്തും. അത് ബോധ്യപ്പെടുത്താൻ ഒരുപാട് വഴികളുണ്ട്. നമ്മൾ കേവലം നിസ്കാരത്തിന് നേതൃത്വം നൽകി റൂമിൽ പോയി വിശ്രമിച്ചാൽ അത് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയൂല. മറിച്ച് നമ്മൾ നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നതോടൊപ്പം ആ നാട്ടിലുള്ളവരുമായി സൗഹൃദം സ്ഥാപിക്കണം. അവരെ നമ്മൾ അടുത്തേക്ക് വിളിക്കണം. ഇങ്ങോട്ട് വിളിച്ചാൽ വരാത്തവരുടെ അടുത്തേക്ക് നമ്മൾ അങ്ങോട്ട് പോകണം. ആ നാട്ടിനെ പറ്റിയുള്ള അത്യാവശ്യം വിവരങ്ങൾ നമ്മുടെ കൈവശമുണ്ടാകും. ആ നാട്ടിലെ പണക്കാരൊക്കെയാണ് എന്നൊരു പക്ഷേ എല്ലാ സഖാഫികൾക്കും പരിചയമുണ്ടാകും. അതിന്റെ കണക്ക് ഒരു പക്ഷേ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് അത് വേണ്ട എന്നല്ല, അത് വേണ്ടത് തന്നെയാണ്. അവിടത്തെ പണക്കാരുടെ കണക്ക് വേണം. അവിടെ അതിനേക്കാൾ പ്രധാനം ആ നാട്ടിൽ അന്നന്നത്തെ ചെലവ് കഴിയാൻ വകയില്ലാതെ പട്ടിണി കിടക്കുന്ന ആളുകളുണ്ടോ, ഇതും നമ്മൾ അന്വേഷിക്കണം. മാറാരോഗികളായി, പാറ്റ അവശരായി, സഹായിക്കാനോ പരിപാലിക്കാനോ പോലും ആരുമില്ലാതെ കഴിയുന്നവരുണ്ടോ എന്ന് നമ്മുടെ കണക്കിൽ പെടണം. ജോലിയില്ലാത്ത ചെറുപ്പക്കാരുടെ കണക്ക് വേണം. നല്ല ജോലിയും നല്ല ശമ്പളവും ഉള്ളവർ വേണം. അതേപോലെ നാട്ടിലെ ഉന്നത കുടുംബക്കാരൊക്കെയാണ് എന്ന കണക്ക് വേണം. കൂട്ടത്തിൽ അവിടെ വിവാഹം പ്രായം എത്തിയവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ഈ കണക്കുകളൊക്കെയും വേണം. അങ്ങനെ നമുക്ക് അവിടെയുള്ള പാവപ്പെട്ടവരെ സഹായിക്കാൻ അവിടെയുള്ള പണക്കാര് മുഖേന നമ്മൾ തന്നെ ഒരു വഴി കണ്ടെത്തണം. എന്ന് സക്കാത്തിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ഇമാമിന് ആ ബോധമുണ്ടെങ്കിലല്ലേ അത് നടക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പാവപ്പെട്ടവർക്കൊക്കെ ഈ ഉസ്താദ് വന്നതിന്റെ ശേഷം ചെറിയ ഗുണം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്ത നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുന്നതിലൂടെ പ്രചരിക്കാൻ തുടങ്ങും. നേരത്തെ പള്ളിയിലേക്ക് തിരിഞ്ഞു നോക്കാത്തവർ അടുക്കാൻ തുടങ്ങും, നിങ്ങളെ വന്ന് പരിചയപ്പെടാൻ തുടങ്ങും. ആ കൂട്ടത്തിൽ നാട്ടിൽ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന സാമൂഹിക തിന്മയെപ്പറ്റി നിങ്ങൾ പഠനം നടത്തണം.
കള്ളുകുടിയോ ലഹരി ഉപയോഗമോ വളരെയധികം പ്രചരിച്ച നാടാണോ, ആ ദൂഷ്യങ്ങൾ ഉള്ളവർ എത്രയുണ്ടാകും. അതേപോലെ തന്നെ വ്യഭിചാരം വ്യാപിച്ച ഒരവസ്ഥയുണ്ടോ, പലിശ തിന്നുന്നവർ ഇഷ്ടം പോലെയുണ്ടോ, അതൊക്കെ ഒരൊറ്റ സുപ്രഭാതത്തിൽ അങ്ങ് മാറ്റാൻ വേണ്ടിയല്ല പറയുന്നത്. ആർക്കും തന്നെ തങ്ങളെ ഉദ്ദേശിച്ചാണ് ഇതൊന്നും പറയുന്നത് എന്ന് തോന്നാത്ത രീതിയിൽ നമ്മൾ ഓരോ വിഷയങ്ങൾ മെല്ലെ മെല്ലെ പറയാൻ തുടങ്ങണം. കൂട്ടത്തിൽ സ്ത്രീധനത്തിനെതിരെ നമ്മൾ ശബ്ദിക്കണം. ആ ശബ്ദം നമ്മളിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മൾ നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാർക്കെതിരാണ് എന്ന് തോന്നാൻ പാടില്ലാത്ത രീതിയിൽ ഉസ്താദുമാർക്കെതിരാവുകയുമില്ല. അതുകൊണ്ട് സ്ത്രീധനം കൊടുക്കണം, വാങ്ങണം എന്നൊന്നും ആരും പറയാറില്ല. അതേസമയം വളരെ ബുദ്ധിപരമായി ചെറുപ്പക്കാരെ നമ്മൾ ബോധവൽക്കരണം നടത്തണം. അതേപോലെ ആ നാട്ടിലെ സഹോദരിമാർക്ക് വേണ്ടി ലറൂറിയായ ഇൽമു പഠിപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തന്നെയോ അല്ലെങ്കിൽ നിങ്ങളല്ലാതെ മറ്റുള്ളവർ മുഖേന സാധിക്കുമെങ്കിൽ അങ്ങനെയോ നിങ്ങൾ അവിടെ സംവിധാനം കണ്ടെത്തണം. അങ്ങനെ വന്നാൽ എനിക്കുറപ്പാണ് 6 മാസം കൊണ്ട് ആ ഇമാമിനെ നാട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഇമാമായി നാട്ടുകാർ വിലയിരുത്തും. നിങ്ങൾ ഈ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീടിന്റെ കാര്യം, നിങ്ങളുടെ പെങ്ങളെ കെട്ടിക്കാനുള്ള കാര്യം, നിങ്ങളുടെ മകളെ കെട്ടിക്കാനുള്ള കാര്യം, നിങ്ങൾക്കൊന്ന് ഹജ്ജിന് പോകാനുള്ള കാര്യം, ഇതൊക്കെ നാട്ടുകാര് നിങ്ങൾ അങ്ങോട്ട് പറയാതെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തും. പക്ഷേ നമ്മളെ ഉദ്ദേശം അതൊക്കെ ചെയ്യാൻ വേണ്ടി ഇത് ചെയ്യാ വലാ തംനുൻ തസ്തക്സിർ എന്നതാകാൻ പാടില്ല. ഇത് ഒരു ഭാഗത്ത് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നാൽ ഞാൻ എൻ്റെ സഖാഫി സുഹൃത്തുക്കളോട് പലപ്പോഴും ക്ലാസ്സിൽ തന്നെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നമ്മൾ മഹല്ലത്തിൽ ചെന്ന് ഞാൻ ആദ്യം പറഞ്ഞ നാട്ടിൽ ആരടുത്താണ് ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത് അതിന്റെ കണക്ക് മാത്രം കൊണ്ടു, എന്നിട്ട് അവരോട് മാസത്തിൽ നിങ്ങൾക്ക് ഇത്ര ലാഭം തരാം എന്ന് പറഞ്ഞ് അവരോട് പൈസ വാങ്ങും. ഒരുപക്ഷെ ഇവൻ തന്നെ അങ്ങനത്തെ ഒരു ലാഭക്കച്ചവടം സ്വന്തം തുടങ്ങും, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഏജന്റായി മാറി അവർക്ക് ഇവരോടൊക്കെ പൈസ വാങ്ങിക്കൊടുക്കുന്ന ആളായി മാറും. ഹാശാവകല്ല, ആലിമീങ്ങൾ ഒരിക്കലും ആ പണിക്ക് നിൽക്കരുത്. ആ പണിക്ക് നമ്മുടെ ആലിമീങ്ങളായി അറിയപ്പെട്ടവര് ആരൊക്കെ നിന്നിട്ടുണ്ടോ ജനങ്ങളുടെ ഇടയിൽ ഒന്നിനും കൊള്ളാത്തവരായി മാറിയിരിക്കുക. അത് ഈ കർണാടക ഭാഗത്ത് പ്രത്യേകിച്ച് ദക്ഷിണ കന്നഡ ഭാഗത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കേരളത്തിന്റെ അനുഭവം വെച്ചിട്ടാണ് ആ വിഷയം പറയുന്നത്. ഒരിക്കലും ആ സ്വഭാവം ഉണ്ടാകരുത്. നമ്മളെ ഉദ്ദേശം നമ്മൾ ഈ ദീന് അതിന്റെ തനതായ രൂപത്തിൽ മറ്റുള്ളവരുടെ മുന്നിൽ അവതരിപ്പിക്കലും അവരെ ആകർഷിക്കലുമാണ് എന്ന ചിന്ത മാത്രമേ ഉണ്ടാകൂ. അതേപോലെ നമ്മൾ നാട്ടിൽ വന്ന് നമ്മുടെ പ്രസംഗങ്ങളും മറ്റും ഒക്കെ കേട്ടപ്പം ഒരുപക്ഷെ അതുവരെ പള്ളിയുമായി സഹകരിക്കാതിരുന്ന, ദർസുമായി സഹകരിക്കാതിരുന്ന ആളുകൾക്ക് ഒരുപക്ഷെ നമ്മുടെ ഓത്ത് നല്ല ഇഷ്ടപ്പെട്ട് നമ്മൾ മർക്കസിൽ നിന്ന് ഹിസ്ബും അതേപോലെ അതിന്റെ ഒക്കെ പുറമെ ആളുകൾ ആകർഷിക്കാൻ ഇഹ്റാമിന്റെ കോഴ്സ് അടക്കണ്ട്. ഇപ്പൊ അതൊക്കെ കഴിഞ്ഞു വന്നവര് പക്ഷേ ചില സ്ഥലത്ത് കാണുന്നത് സ്റ്റാർട്ടിങ് തന്നെ 25,000 ശമ്പളം വേണം. ഇഹ്റാം കഴിഞ്ഞ് എന്ന് വിചാരിച്ച് അങ്ങനെ ശമ്പളം ചോദിക്കണമല്ലോ, നിങ്ങൾ അടുപ്പിക്കന്നെ. അത് ചോദിക്കാനും പാടില്ല. അത് നമ്മൾ കണ്ടറിഞ്ഞു കൊടുക്കണം. ഇഹ്റാം ആ കോഴ്സ് ചെയ്യാൻ പൈസന്റെ ചെലവുണ്ട്, ഒരു പക്ഷേ അതിനടച്ച ഫീസ് കുറേശ്ശെ അടക്കമൊക്കെ വേണ്ടി വരും. പക്ഷെ അത് കിട്ടുമ്പോഴേക്ക് നേരത്തെ ശൈഖുനെയും ഉസ്താദുമാരും പഠിപ്പിച്ച ശമ്പളം ചോദിക്കരുത് എന്ന് പറഞ്ഞ അത് പറ്റ മറന്നു പോകുന്ന അവസ്ഥയിലേക്ക് ഈ സഖാഫിക്ക് ഇഹ്റാമിന്റെ കോഴ്സ് കിട്ടിയപ്പോഴേക്ക് മാറാൻ പാടില്ലല്ലോ. അൽഹംദുലില്ലാഹ്, ആ കോഴ്സ് ഇഹ്റാം നമ്മൾ തുടങ്ങിയതിന്റെ നേട്ടം
അതിൽ നിന്ന് കൗൺസിലിങ്ങും മാനേജ്മെന്റും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും ഒക്കെ പഠിച്ച കുട്ടികൾ സുബ്ഹാനല്ലാഹ് കേരളത്തിൽ മാത്രല്ല പുറത്തൊക്കെ പോയി ഓരോ സ്ഥാപനം നടത്താനൊക്കെ തുടങ്ങിയപ്പോ അൽഹംദുലില്ലാഹ് അവരെ പറ്റിയൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫീഡ്ബാക്ക് വളരെ മുന്തിയ ഫീഡ്ബാക്കാണ്. അതേസമയം ഇങ്ങനെ അത് വെച്ച് ശമ്പളം ഇത്ര കൂട്ടണം എന്ന് പറയുന്നവരുണ്ട് എന്ന രീതിയിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ പ്രസംഗത്തിന്റെയും മറ്റു ഉഷാറ് കാണുമ്പം അതുവരെ പള്ളിയുമായി സഹകരിക്കാത്ത ദർസുമായി സഹകരിക്കാത്ത ആളുകൾ നമ്മോട് സഹകരിക്കും. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അവരുടെ വീട്ടിലൊക്കെ ഉണ്ടാകും നല്ല SSFന്റെ SYSന്റെ ഒക്കെ പ്രവർത്തനത്തിന് പറ്റിയ പ്രായമുള്ള കുട്ടികൾ, ദീനിനെ സംബന്ധിച്ചവർക്ക് ഒന്നും അറിയൂല. അത്തരം ആളുകളെ നമ്മുടെ പള്ളികളിലേക്ക് നമ്മുടെ ദർസിലേക്ക് പറഞ്ഞയക്കാൻ ശ്രമിക്കണം. അങ്ങനെ നിങ്ങളുടെ കൂടെ മറ്റു നാട്ടുകാരായി പള്ളിയിൽ തന്നെ 24 മണിക്കൂറും കഴിഞ്ഞുകൂടുന്ന ഓരോറ്റ മുതഅല്ലിമു ഇല്ലെങ്കിൽ പോലും സുബ്ഹാനല്ലാഹ് ആ നാട്ടിലെ 4 കുട്ടികൾ ഒരുപക്ഷെ ഇശാ മഗ്രിബിനിടയിൽ, അതല്ലെങ്കിൽ അസറിനു ശേഷം, അതല്ലെങ്കിൽ അവർക്ക് കോളേജ് തുടങ്ങുന്നത് ഉച്ചന്റെ ശേഷമാണ്, അപ്പൊ പള്ളിയിൽ വന്ന് ഉച്ചന്റെ മുമ്പ് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ നിങ്ങളെ മുന്നിൽ പഠിക്കാനുള്ള അവസരം അവർക്ക് കിട്ടിയാൽ നിങ്ങൾ നമ്മുടെ ഉസ്താദുമാരെ പോലെ കുറെ മുതഅല്ലിമീങ്ങളെ വെച്ച് ദർസ് നടത്താൻ കഴിഞ്ഞില്ലല്ലോ എന്ന ഖേദം നിങ്ങൾക്കുണ്ടാവേണ്ടി വരൂല. ഒരു വേള ആ 24 മണിക്കൂറും പള്ളിയിൽ കൂടുന്ന മുതഅല്ലിമീങ്ങളെക്കാൾ ഈ കുട്ടികൾ നമ്മുടെ ദീനിന് ഫലപ്പെടും. അതുകൊണ്ട് ആ വഴിക്ക് നല്ലതുപോലെ ഉത്സാഹിക്കണം. നാട്ടിലെപ്പോഴും പള്ളിയുമായി ബന്ധപ്പെടുന്ന ചെറുപ്പക്കാരുണ്ടാകണം. നമുക്ക് SYSന് പ്രവർത്തിക്കാൻ പറ്റിയവർ ഈ കുട്ടികളിൽ നിന്ന് നാളെ ഉണ്ടാകണം. ഇന്നത്തെ SSFന്റെ മുന്നേറ്റം ഏറ്റെടുക്കാൻ പറ്റിയവർ അവരിൽ നിന്നുണ്ടാകണം. അതൊക്കെ ചെയ്യാൻ ഏറ്റവും ചാൻസ് ഉള്ളത് നമ്മുടെ ഈ പള്ളിയിലെയും മദ്രസയിലെയും ഉസ്താദുമാരും ഇമാമുമാരും ഖത്തീബുമാരുമായവർക്കാണ്. മൈക്ക് പെർമിറ്റ് വാങ്ങേണ്ടതില്ല, നോട്ടീസ് അടിച്ച് പ്രചരിപ്പിക്കേണ്ടതില്ല, യാതൊരു സാമ്പത്തിക ബാധ്യതയുമില്ല. വെള്ളിയാഴ്ച നമ്മൾ എന്താണോ പറയുന്നത് അതങ്ങനെ തന്നെ കേൾക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവരെ ബോറടിപ്പിക്കാതെ വല്ലാതെ നീട്ടും എന്നവർക്ക് തോന്നാതെ കാര്യം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത്രയൊക്കെ സമയമായോ? എന്നപ്പം നിർത്തും. അല്ല, എന്റെ ട്രെയിനും പോകില്ല.